ഇത് ലാഭകരമാവും, 100 കോടി ഓടും അല്ലെങ്കിൽ 50 കോടി കളക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 സിനിമ ചിലപ്പോൾ ലാഭമാവുമോ എന്ന തരത്തിൽ കൺഫ്യൂഷൻ, ഇത് ഓടുമോ എന്നുള്ള കൺഫ്യൂഷനാണ് കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ 2 സിനിമകൾക്ക് ശേഷം ഇപ്പം നിൽക്കുന്ന ഞാൻ വല്ലാതെ മാറിയിരിക്കുന്ന ഒരാളാണ്. മത്സര ബുദ്ധിയോടുകൂടി ഞാൻ കാണുന്ന ഖാലിദ് റഹ്മാനെയാണ്. എത്ര തന്നെ ന്യായീകരിച്ചാലും കള്ളനെ പോർട്രേറ്റ് ചെയ്യുന്ന, കള്ളനെ മഹത്വവൽക്കരിക്കപ്പെടുന്ന സിനിമയാണ് എന്ന തരത്തിൽ അപ്പനാന്ന് പറയണ്ടായി. അത് അപ്പൻ്റെ കാഴ്ചയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് മീശമാധവൻ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് സിനിമയാണ്. അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ സുധാകരൻ്റെ ഓർഡറിലാണ് അന്ന് വെടിവെട്ട് പൊട്ടിക്കുന്നത്. അയാൾ അന്ന് കൊടുത്ത പ്രസ് മീറ്റ് ഭയങ്കര അറഗൻ്റായിട്ട് പ്രസ് മീറ്റ് നമ്മൾക്ക് എല്ലാവരും ചരിത്രപരമായി. ഇപ്പം കെ സുധാകരനെ കുറിച്ച് നമുക്കറിയാം കൃത്യമായിട്ട്. കണ്ണൂരിലെ മാടമ്പി ഗുണ്ട പരിപാടിയൊക്കെ ഇഷ്ടംപോലെ എടുക്കുന്ന ആളാണ് അയാൾ. കനകം കാമിനി കലഹം എനിക്ക് പ്രിവ്യൂ കണ്ടതാണ്. 8 പേരുള്ള പ്രിവ്യൂ തിയേറ്ററിലെ സിനിമ. ആ സിനിമ കാണുമ്പോൾ ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്നെ ഒരു മറ്റേ അന്യഗ്രഹ ജീവിയെ പോലെയാണ് നോക്കിയിരുന്നത്. എനിക്ക് ഈ ഡിപ്രസീവായിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മളിത് കടന്നു വന്നതുകൊണ്ടേ. തുടങ്ങാം. അൻരാജിനെ കുറിച്ച് ഇന്റർവ്യൂ കാഷ്വൽ സംഭാഷണം പോലെ അതെ സെർച്ച് ചെയ്തപ്പോൾ അച്ഛൻ്റെ ഒരു പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടെ, ഇഷ്ക് ഇറങ്ങിയ സമയത്ത് ഒരു ഇമോഷണൽ. അപ്പോൾ അച്ഛൻ ആദ്യത്തെ സിനിമ കണ്ടത് കാട്ടുതുളസിയോ അങ്ങനെ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അത് കണ്ട അനുഭവം, പിന്നെ അച്ഛൻ്റെ ഒരു ഫിലിമിനോടുള്ള അച്ഛൻ്റെ ഒരു എന്തൂസിയാസവും ഒരു പാഷനും, പിന്നെ മകൻ ഫിലിം മേക്കർ ആയതിലുള്ള അച്ഛൻ്റെ ഒരു അഭിമാനവും, ഇതൊക്കെ ആ പോസ്റ്റിലുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇൻഫ്ലുവൻസ് വന്നത്? ശരിക്കും പറഞ്ഞാൽ അപ്പൻ പ്രചോദനം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭാഷ എന്നിലേക്ക് സ്വാധീനിച്ചത് അപ്പൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് തോന്നിയിട്ടുള്ളത്. ഫോഴ്സ്ഫുള്ളി അല്ല. എനിക്ക് പഠിക്കാനുള്ള മുറിയിൽ അപ്പൻ്റെയും കൂടെ ലൈബ്രറി അതിൻ്റെ അകത്ത് കിടക്കുക. അപ്പോൾ ആ സമയത്ത് അപ്പൻ വായിക്കുന്ന, ആ കാലത്ത് വായിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ, ഇന്നത് വായിക്കൂ, ബഷീറിനെ വായിച്ചു തുടങ്ങൂ എന്നൊക്കെ പറഞ്ഞത് അപ്പനാണ് ആദ്യം ഗൈഡ് ചെയ്യുന്നത്. അപ്പം ബഷീർ ലളിതമായി നമ്മളിലേക്ക് വരുന്നത് തന്നെ അതിൻ്റെ സാഹിത്യ ഭാഷയും നമുക്ക് വരുന്നുണ്ടല്ലോ. പിന്നെ സിനിമ കാഴ്ച കുറച്ചും കൂടെ എനിക്ക് സ്വാധീനിച്ച്, ഞാൻ ജനിച്ചത് പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പയ്യന്നൂർ കൈതപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ കണ്ടോന്താറോ ദിവ്യ ടാക്കീസിൽ C-ക്ലാസ് തിയേറ്ററാണ്. അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു സക്സസ് സിനിമ അവിടെ വരിക. പക്ഷേ അന്ന് ഹൗസ്ഫുള്ളായിരിക്കും അവിടെ. അപ്പം 2, 3, 4 കിലോമീറ്റർ നടന്നു പോയി, വലിയച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് നടന്നു പോയി സിനിമ കണ്ടിട്ട് രാത്രി സെക്കൻഡ് ഷോ കണ്ട് തിരിച്ചു വരുമ്പം എനിക്ക് വലിയച്ഛനാണ് കുറച്ചും കൂടി സിനിമ ഫീഡ് ചെയ്തത്. സിനിമ ഫീഡ് ചെയ്തു. വലിയച്ഛൻ എല്ലാ സിനിമയും കാണുമായിരുന്നു. അങ്ങനെ അച്ഛൻ, എൻ്റെ അച്ഛനെ ഞാൻ അപ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൻ ഇരിട്ടിയിലാണ്, തൊഴിൽ സംബന്ധമായി ഇരിട്ടിയിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ ഫാമിലിയായിട്ട് ഇവിടെ പയ്യന്നൂരാണ്. അപ്പം 2000-ൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഫാമിലിയായിട്ട് ഇരിട്ടിയിലേക്ക് വരുന്നത്. അതുവരേക്കും സിനിമ എന്ന് പറയുന്നത് വലിയച്ഛൻ കൊണ്ടുപോയി കാണിക്കുന്ന ദിവ്യ ടാക്കീസിലെ, അല്ലെങ്കിൽ മാധവങ്കല വിജയ ടാക്കീസിലെ C-ക്ലാസ് സെൻ്ററിലെ സിനിമകൾ, പിന്നെ ദൂരദർശനിൽ വരുന്ന സിനിമകൾ. മനസ്സിലായി. പിന്നെ വലിയച്ഛൻ്റെ മറ്റൊരു സാധനം എന്ന് വെച്ചാൽ ഈ കാസറ്റ്സ് വാങ്ങുമായിരുന്നു. ഈ ഓണത്തിനൊക്കെ ഓഡിയോ കാസറ്റ്സ്. അപ്പോൾ ഈ കാസറ്റ്സ്, പാരഡി കാസറ്റ്സ് ഒക്കെ ആ സമയത്തെ സക്സസ് സിനിമകളുടെ പാരഡീസും സിനിമകൾ, പിന്നെ ശബ്ദരേഖകൾ, ഇതൊക്കെ വളരെ പഴക്കമുള്ളതാട്ടോ. ആകാശവാണിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സിനിമ കുറച്ചും കൂടി ഫീഡ് ചെയ്യുന്നത് എനിക്കൊന്ന് വലിയച്ഛനാണ്. പക്ഷേ സിനിമ ഇപ്പോൾ എനിക്ക് ഇരിട്ടിയിലേക്ക് വന്നതിന് ശേഷം അപ്പൻ്റെ കൂടെയുള്ള സിനിമ കാഴ്ചയിൽ എനിക്ക് തോന്നി അപ്പൻ്റെ കാഴ്ച കേട്ടോ. ഞാൻ മീശമാധവൻ സിനിമ നമ്മൾ ഒരുമിച്ച് പോയി, ഫാമിലിയായിട്ട് പോയി കാണുന്നു. നമ്മളതിൽ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. വീട്ടിൽ ഞാനതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക വരുന്ന വഴിക്ക്. അപ്പോൾ കിടക്കാൻ നേരത്ത് പറഞ്ഞപ്പോൾ അപ്പൻ ഇങ്ങനെ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് അപ്പൻ്റെ ഒരു ശബ്ദത്തിലാണ് എനിക്കത് കേൾക്കുന്നത്. അപ്പം അതൊരു മോശം സിനിമയാണ്. അപ്പനെ സംബന്ധിച്ച് വളരെ മോശം സിനിമയാണ്. അതൊരു കള്ളൻ്റെ സിനിമയാണ്. എത്ര തന്നെ ന്യായീകരിച്ചാലും കള്ളനെ പോർട്രേറ്റ് ചെയ്യുന്ന, കള്ളനെ മഹത്വവൽക്കരിക്കപ്പെടുന്ന സിനിമയാണ് എന്ന തരത്തിൽ അപ്പനാന്ന് പറയണ്ടായി. അത് അപ്പൻ്റെ കാഴ്ചയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് മീശമാധവൻ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് സിനിമകളിൽ വെച്ചാൽ സിനിമയെ കാഴ്ചകളിൽ എങ്ങനെയാണ് സിനിമയെ കുറച്ചും കൂടി ആഴ്ന്നിറങ്ങി സിനിമയെ കാണേണ്ടതെന്ന് പിൽക്കാലത്ത് ഇപ്പോൾ പാട്ടുകൾ, ഒരു പാട്ടിലെ വരികൾ അതിനെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അതൊക്കെ അപ്പൻ്റെ ഇടപെടലാണ്. കുറച്ചും കൂടി ഭാഷാപരമായി, അതായത് ഞാൻ പറയാം, ഭാഷാപരമായി സിനിമയെ കാണുകയും ആശയപരമായി അതിനെ സംവദിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അപ്പൻ്റെ ഇടപെടലാണ്. ഈ മീശമാധവനെ കുറിച്ച് എനിക്ക് മീശമാധവൻ വയറില്ലാത്തൊരു ഓർമ്മയാണ്. എനിക്ക് ജീവിതത്തിൽ ആദ്യം അവസാനമായിട്ട് ലാത്തി ചാർജ് കിട്ടിയത് മീശമാധവൻ. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയം പോലീസ് ലാത്തി ചാർജ്, ഈ തിരക്ക് ക്രൗഡ് കാരണം നമ്മളും അതിൻ്റെ അകത്ത് പെട്ടു. എനിക്ക് നല്ല അടി കിട്ടി. ഇന്നൊക്കെ ആരും പറഞ്ഞാൽ വിശ്വസിക്കും. ഞാനൊക്കെ എനിക്കും പിന്നെയുണ്ട് മോഹൻലാൽ സിനിമ റിലീസാണല്ലേ. അതൊരു വേറൊരു കാലമായിരുന്നു. സിനിമ കാണുക എന്ന് പറയുന്നത് അതിനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച് മണിക്കൂറുകൾ. അത് നമ്മളുടെ ഒരു സെൽഫ് എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഞാൻ കണ്ടാൽ പോലും എൻ്റെ അഭിപ്രായം പോലും ചോദിക്കാതെ നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. എനിക്കത് കാണുന്നത്.
ഒരു സിനിമ സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ തോന്നി തുടങ്ങുന്ന സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓർമ്മയിലുള്ള സിനിമകൾ, ഫിലിം മേക്കേഴ്സ് അതൊക്കെ ഉണ്ടോ? ഒരു സിനിമകൾ എല്ലാ കാലത്തും സിനിമ കാണുമായിരുന്നു. ഇപ്പം ഒരു കാലത്ത് ഏഷ്യാനെറ്റ് മൂവീസ്, ഏഷ്യാനെറ്റ് ഗ്ലോബൽ, കൈരളി ഇതിലൊക്കെ വരുന്ന സിനിമകളെല്ലാം നിരന്തരം കാണുമായിരുന്നു. പിന്നെ കാസറ്റ്സ്, CDs എടുത്ത് പഴയ ലൈബ്രറിയിൽ നിസറി കാസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇരിട്ടിയിലൊരു കാസറ്റ്സ് കടയുണ്ട്. ഓക്കെ ഓക്കെ. അവിടെ 10 രൂപയാണ് വാടകയ്ക്കെങ്കിൽ എനിക്കൊരു 5 രൂപയ്ക്കൊക്കെ തരും. എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ 5 കാസറ്റ്സ് ഒക്കെ എടുക്കും. എന്നിട്ട് ഒരു ദിവസം തന്നെ രാത്രി ഇരുന്ന് കണ്ടു 3-4 സിനിമകൾ കാണുമായിരുന്നു. പിന്നെ അത് വളർന്ന് ഹാർഡ് ഡിസ്ക് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഇൻ്റർനാഷണൽ സിനിമകൾ കാണാൻ തുടങ്ങി. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഡിജിറ്റൽ ക്യാമറയിൽ ഒരു പ്രതിരോധം, അന്നത്തെ ഒരു വിലക്കയറ്റത്തിനെതിരെ ഒരു പ്രതിരോധം ക്യാമ്പസിൻ്റെ അകത്ത് നിന്നിട്ട് നമുക്കൊരു എന്ത് കണ്ടൻറ്റ് ചെയ്യാം എന്നുള്ള കൂട്ടായ ആലോചനയ്ക്കകത്താണ് ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ നമുക്കിത് ഷൂട്ട് ചെയ്യാം. നമ്മൾ സ്ട്രീറ്റ് പ്ലേ ആയിരുന്നു നമ്മൾ ആലോചിച്ചത്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തെരുവ് നാടകങ്ങളാണ്. അത് പുതിയ തരത്തിൽ മാറ്റത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു മാറ്റം എന്നതുപോലെ ഒരു ഷോർട്ട് ഫിലിം സാധനം ചെയ്യാം എന്നുള്ളത് ഞാൻ ആദ്യം പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ ആ കണ്ടൻറ്റ് ഒരു തെരുവ് നാടകം കണ്ടൻറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തു അന്നത്തെ വിലക്കയറ്റത്തിനെതിരെ കോളേജിൽ. നമ്മളെല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് ചെയ്തത്. അത് ഷൂട്ട് ചെയ്ത് അത് കോളേജിൽ പ്രൊജക്റ്റ് ചെയ്തു. പിന്നെ അത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അതിന് കുറച്ച് റീച്ചസ് ഉണ്ടായി. ആ സമയത്ത് യൂട്യൂബ് ഒന്നും ഇല്ല. അന്ന് ഈ ലോക്കൽ ചാനലുകൾ കാണും, നാട്ടിലെ കേബിൾ TV ചാനൽ. അപ്പോൾ അവിടെയൊക്കെ അത് സ്ക്രീൻ ചെയ്തു, ആൾക്കാരെ വിളിക്കുന്നു. അപ്പം ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന മട്ടിൽ അത് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് ഇത് ഞാൻ അന്നത്തെ പ്രജിത്തേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മൾക്ക് ഇത് എഡിറ്റ് ചെയ്ത് തരുന്നത്. പുള്ളി കല്യാണ ആൽബങ്ങളൊക്കെ എഡിറ്റ് ചെയ്തത് പുള്ളിയാണ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തത്. ഭയങ്കര നിങ്ങൾ പഠിച്ച് ചെയ്തതുപോലെയുണ്ട്. ഇവിടുത്തെ മെയിൻ സ്ട്രീം ആൾക്കാർ പോലും, അന്ന് ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാർ പോലും ഇത്ര ക്വാളിറ്റിയിലല്ല ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്തോ തരത്തിൽ എൻകറേജ് ചെയ്തു, അല്ലാതെ ഒരു കോൺഫിഡൻസ് തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതൊന്നിപ്പം കാണിക്കാൻ പൊതുനിരത്തിൽ കാണിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ് സിനിമ. നമുക്ക് സിനിമയുടെ ലിഖിതമായ നിയമങ്ങളെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര ബാഡ് ഫോർമാറ്റാണ്. ആ കാലത്ത് ഇപ്പോൾ കുറച്ച് പേടിയുണ്ട്, അത് ചെയ്ത പ്രശ്നമോ ഇത് ചെയ്ത പ്രശ്നമോ. ശരിക്കും അങ്ങനെ ആലോചിക്കരുതെന്നുള്ളതാണ് ഫിലിം മേക്കിങ്ങിൻ്റെ ശരിക്കും അതൊരു കോൺഫ്ലിക്റ്റ് അല്ലേ ഫിലിം മേക്കർക്ക്, പ്രത്യേകിച്ച് ഒരു കൊമേഴ്ഷ്യൽ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിലിം മേക്കർക്ക്. ഈ ഒരു ബിസിനസ്സും ആർട്ടിനും ഇടയ്ക്ക് ഒരു സംഘർഷം, അതെങ്ങനെയാണ് ശരിക്കും ഈ 2 സിനിമകളുടെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? അല്ലെങ്കിൽ 2 സിനിമകൾ ചെയ്തപ്പോഴും ബിസിനസ് സാങ്കേതികമായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഒരു സ്പേസിനെ കുറിച്ചൊന്നും ഒരു ശതമാനം പോലും ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ഇഷ്കായാലും ശരി, നരിവേട്ടായാലും ശരി, ഇതിനെ ഒരു പ്രൊഡ്യൂസറിലേക്ക് എത്തിക്കുക, പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക, ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. അതിനപ്പുറത്ത് ഇത് ലാഭകരമാകും, 100 കോടി ഓടും അല്ലെങ്കിൽ 50 കോടി കളക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ 2 സിനിമയും ഇതിൽ ചിലപ്പോൾ ലാഭമാകുമോ എന്ന തരത്തിൽ കൺഫ്യൂഷൻ, ഇത് ഓടുമോ എന്നുള്ള കൺഫ്യൂഷനാണ് കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഈ 2 സിനിമകൾക്ക് ശേഷം ഇപ്പം നിൽക്കുന്ന ഞാൻ വല്ലാതെ മാറിയിരിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ സിനിമയുടെ പോക്ക്, ഇപ്പോഴത്തെ കുറച്ച് കാലത്തെ പോക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റുകളെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിലാണ് ആൾക്കാർ, പ്രൊഡ്യൂസേഴ്സ് ആയാലും ആർട്ടിസ്റ്റുകളായാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അതിൻ്റെ പുറകിലാണ്. എങ്ങനെയാണ് ഒരു ഓഡബിൾ സിനിമ എടുക്കുക? ഈ 2 സിനിമയും ഓടിയ സിനിമകൾ തന്നെയല്ലേ ഇപ്പം ഇഷ്കാണെങ്കിലും? അല്ല, ഇപ്പം അല്ല, നമ്മൾ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഇത്ര ബുദ്ധിജീവി സിനിമകൾ, നമ്മൾ വലിയ ബുദ്ധിയുള്ള സിനിമ എന്നല്ല ചെയ്തെന്ന് പോലും നമ്മളുടെ സിനിമകൾക്കൊരു സ്വഭാവം രൂപീകരിക്കുന്നുണ്ട്. ഭാരത്തിൻ്റെ അല്ല, എനിക്ക് കുറച്ചും കൂടി ഒന്ന് ലളിതമായിട്ടുള്ളൊരു സിനിമ ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ശരിക്കും ഞാൻ രണ്ടാമതായി പ്ലാൻ ചെയ്തൊരു സിനിമ കുറച്ചും കൂടി സർക്കാസ്റ്റിക് വേയിൽ പറയാൻ പറ്റുന്ന ഒരു വെള്ളാനകള നാട് പോലത്തെ ഒരു സിനിമയായിരുന്നു, രാജാവ് എന്നുള്ള സിനിമ. പോസ്റ്റ്പോൺ ചെയ്തു. ശേഖരവർമ്മ രാജാവ്. അതെ, അത് കഴിഞ്ഞിട്ട് ആണ് ഇത് നരിവേട്ട സംഭവിക്കേണ്ടത്. അപ്പോൾ രണ്ടും ബാക്ക് ടു ബാക്ക് അങ്ങനത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയപ്പെടുന്ന സിനിമകൾ ചെയ്തതിൽ ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നിലെ ഫിലിം മേക്കർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആലോചനകളാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു അനുരാജിൻ്റെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു ഒരു പൊളിറ്റിക്കൽ ത്രില്ലേഴ്സ് മലയാളത്തിൽ സ്ഥിരം ഉണ്ടായിരുന്നൊരു ജോണർ തന്നെയായിരുന്നു. പാരലൽ സ്ട്രീമിൽ ഇന്നും ഉണ്ട്, പക്ഷെ അന്ന് കുറേയും കൂടെ ശക്തമായിട്ടുണ്ട്. ഈ പണ്ടത്തെ സിനിമ, ഐ വി ശശി സിനിമകൾ, എനിക്ക് തോന്നുന്നു അനുരാജൻ ഒരിക്കൽ എവിടെയോ ഐ വി ശശി, ഹരിഹരൻ സിനിമകളെ പരാമർശിക്കുന്നത് കാണുകയുണ്ടായി ഞാൻ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പഴയ ഒരു 1921 ഓർമ്മ, എവിടെയോക്കെയോ നമ്മളിപ്പോൾ നമ്മുടെ റെഫറൻസുകൾ അതായിരുന്നു, മറന്നുപോയൊരു സിനിമയാണ് മലയാളികൾ ഏറെക്കുറെ. പക്ഷേ ഗംഭീര വർക്കാന്നാണ് എൻ്റെ അഭിപ്രായം. പൊളിറ്റിക്കലി 1921 ഇന്ന്
ചിലപ്പോൾ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ ആ പടം ചിലപ്പോൾ റിലീസ് ചെയ്യാൻ ചിന്തിക്കാൻ പോലും ആരും തയ്യാറാവില്ല. അല്ല ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ ബോധപൂർവം പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ. ഒരു കഥ നമ്മളിലേക്ക് വരുന്ന ആ കഥയിൽ നമ്മൾ അതിൻ്റെ പശ്ചാത്തലം ഇന്നതായി സ്വീകരിക്കുന്നു, അതിൻ്റെ തിരക്കഥയിൽ നമുക്കത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്കും ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ടി ദാമോദരൻ മാഷിൻ്റെ സിനിമകളായാലും ഐശ്വര്യ സാർ, ഹരിഹരൻ സാർ, ഇപ്പം ലാസ്റ്റ് രഞ്ജി പണിക്കർ സാർ വരെയുള്ള, ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ സിനിമകൾ വരെയുള്ള സോഷ്യൽ ഒരു സോഷ്യൽ ഉണ്ട്. ഒരു സംഭവം നടക്കുന്നു, 6 മാസത്തിനുള്ളിൽ അതിനെ വിമർശിച്ചുകൊണ്ട് സിനിമ വരുന്നു. ഇപ്പോൾ പത്രം സിനിമ ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ അന്നത്തെ പ്രിന്റ് മീഡിയക്കെതിരെയുള്ള ഭയങ്കരമായ മാധ്യമങ്ങളുടെ ഒരു ക്രിറ്റിസിസം അതിലുണ്ട്. ബാക്കി കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഫില്ലേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള സാധനം പറയുന്നേ ഇല്ല. കുറച്ച് കഴിഞ്ഞ 10 വർഷമായി ഇല്ല, വളരെ കുറവ്. എനിക്ക് തോന്നുന്നു രാജീവ് രവിയുടെ സിനിമകളാണ് പിന്നെ എനിക്ക് ഒരു പൊളിറ്റിക്കൽ സിനിമകളുടെ വിഭാഗത്തിൽപ്പെടുത്താവുന്നെന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യൽ കമന്ററി നമ്മൾ അത്ര വലിയ സംഭവം ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മേ ബി എനിക്ക് അത്തരം സിനിമകളെ കുറിച്ചുള്ള ആലോചനകളുടെ ഭാഗമായിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസിലേക്ക് ഈ സിനിമയെ എത്തിക്കാനുള്ള സാധ്യത ഈ തിരക്കഥയിലുണ്ട് എന്ന തരത്തിൽ ആലോചിച്ചത്. പിന്നെ ഇതിനെ നമുക്ക് ഇന്ന റെഫറൻസ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ല. നമ്മളുടെ ഒരു കാഴ്ച ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇപ്പം നാളെ സിനിമ ചർച്ച ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് നാളെ പ്ലാൻ ചെയ്യുന്ന സിനിമകൾക്ക് നാളത്തെ സ്വഭാവമാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള റെഫറൻസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഈ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു ടെംപ്ലേറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നോക്കുമ്പോൾ ഈ ടെംപ്ലേറ്റിലൊരു ഷിഫ്റ്റ് ഇല്ല. അതായത് ഇപ്പം കഴിഞ്ഞ വർഷം ഹിറ്റായ സിനിമകൾ നോക്കുമ്പം ഇപ്പോൾ ഈ ജോൺറ പടങ്ങൾക്ക് സിനിമകൾ, ജോൺറ മൂവീസ് ഈ മലയാളത്തിൽ കൂടി വരുന്നുണ്ട്. ഇപ്പം പ്രേമലു, ബ്രഹ്മയുഗം, കിഷ്കിന്ധാകാന്ഡം, ആവേശം, ഇതൊക്കെ നമ്മളൊരു കണ്ട് ശീലിച്ചൊരു കൊമേഴ്ഷ്യൽ സിനിമ ടെംപ്ലേറ്റിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന സിനിമകളാണോ ആക്ച്വലി? ഇതൊക്കെ ഹിറ്റായ സിനിമകളാണല്ലോ. ഇപ്പം മഞ്ഞുമൽ ബോയ്സ്, ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്, കൊമേഴ്ഷ്യൽ സിനിമകളുടെ പല എങ്കിലും നമ്മൾ ഒരു മസാല കൊമേഴ്ഷ്യൽ പടം എന്നൊക്കെ പറയാവുന്ന ഒരു ടെംപ്ലേറ്റുകൾ ഫോളോ ചെയ്ത സിനിമകളാണോ ഇതൊക്കെ? ആക്ച്വലി വിജയിച്ച സിനിമകൾ പലതും അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ച സിനിമകളല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എൻ്റെ പേഴ്സണൽ ഇപ്പോൾ സിനിമകൾ ആൾക്കാർ റിസീവ് ചെയ്യുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു വ്യവസായമാണ്. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അപ്പം ഒരു തിയേറ്ററിൻ്റെ പുറത്തുള്ള ഓട്ടോക്കാരൻ, അത് കപ്പലിൻ്റെ വിൽക്കുന്ന ആൾക്കാർ, സിനിമ ജൈവികമായി ഇതിൻ്റെ എല്ലാ റൂട്ടിനെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ അതിലിപ്പം ഓടുന്ന സിനിമ ഓടാത്ത സിനിമ എന്നുള്ള അപ്പുറത്ത് കൊമേഴ്ഷ്യൽ ഇതിൻ്റെ ആസ്പെക്റ്റ്, പ്രൊഡ്യൂസറിന് ഇതിൻ്റെ ലാഭം കിട്ടിയോ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇതിൻ്റെ വിചാരിച്ച ഓഡിയൻസിലേക്ക് ഇത് റീച്ച് ചെയ്തോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ടെംപ്ലേറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടും അടുത്ത സിനിമകൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. സക്സസ് ഉണ്ടാകുമ്പോൾ അതുപോലെ അതാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. ഈ പറഞ്ഞ സിനിമകളെല്ലാം ഞാൻ കണ്ട് എൻജോയ് ചെയ്ത സിനിമകളാണ്. അപ്പോൾ ബ്രഹ്മയുഗം പോലൊരു സിനിമ തിയേറ്ററിൽ സക്സസ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി, ഒരു ഹൊറർ പടം, ഒരു പാട്ടില്ല, ഡാൻസ് ഇല്ല, ഒരു 2-3 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ്. അപ്പം അത് സക്സസ് ആവും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ലോ കൊമേഴ്ഷ്യലി. ഇപ്പം കിഷ്കിന്ധാകാന്ഡ അതുപോലെ തന്നെ ഒരു അറ്റംപ്റ്റ് ആണ്. ഒരു നമ്മൾ കണ്ടു ശീലിക്കാത്ത ഒരു കുറച്ചും കൂടെ ഒരു ജോൺറ നീതി പുലർത്തുന്ന, ജോൺറ നേച്ചറുള്ള സിനിമകളാണ്. അപ്പോൾ ഇത്തരം സിനിമകളൊക്കെ ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യാൻ ഇല്ല, ജസ്റ്റ് ഒരു ഗാംബ്ലിംഗ് ആണെന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. ഓക്കെ, എല്ലാ സിനിമകൾക്കും 100 കോടി ടച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 50 കോടി ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ സിനിമയുടെ നട്ടൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ടൻറ്റാണ് എല്ലാ കാലത്തും. അതെ അതെ. പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിനൊരു കുറച്ചൊരു ഏറ്റക്കുറച്ചിലുണ്ടാവും. കുറേ ആൾക്കാർ ഒന്നിൻ്റെ തന്നെ പുറകിൽ പോവും, കുറേ ആൾക്കാർ മാറി സഞ്ചരിക്കും. അപ്പം അതിൽ മാറി സഞ്ചരിക്കുന്ന കുറേ ആൾക്കാർ വീഴും. അതുപോലെ ഈ ടെംപ്ലേറ്റിൻ്റെ പുറകെ പോകുന്നവരും കുറേ ആൾക്കാർ വീഴും. നമ്മളത് എല്ലാ 10 വർഷത്തിലും ഇങ്ങനെ മാറി വരുന്നത് കാണുന്നതാണ്. അപ്പോൾ അത് സിനിമയ്ക്ക് സ്വാഭാവികമായും ഇപ്പം ആലോചിച്ച് നോക്കും, ഇപ്പം കാലങ്ങളായി സിനിമയെ ചുറ്റിപ്പറ്റിയിട്ടാണ് മറ്റ് എൻ്റർടൈൻമെൻറ്റ് പരിപാടികളെല്ലാം നിന്നിരുന്നത്. പണ്ടത്തെ കാലത്ത് ആലോചിച്ച് നോക്കുക, സൈക്കിൾ റിക്ഷ, സൈക്കിൾ യജ്ഞം എന്ന് പറഞ്ഞിട്ട് നാടുകളിലൊക്കെ ഉണ്ടാവുമായിരുന്നു. സൈക്കിൾ യജ്ഞം. അതെ, സിനിമ പാട്ട് വെച്ച് ആണിൻ്റെയും പെണ്ണിൻ്റെയും വേഷം കെട്ടി ആൾക്കാർ നാട്ടിൽ ഡാൻസ് കളിക്കും, കുറേ ആൾക്കാർ ചുറ്റുവട്ടം നിൽക്കും. നമ്മൾ അത് ഈ സിനിമയുടെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. സിനിമയിൽ അമിതാഭ് ബച്ചനെ പോലെ, അല്ലെങ്കിൽ അന്നത്തെ ജയനെ പോലെ, അല്ലെങ്കിൽ അത് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അത് സിനിമയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല സംവിധാനങ്ങളുമാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പരിപാടികളാണ്. അപ്പോൾ അത് മാറി ഓരോ കാലം കഴിയുമ്പോൾ മാറി ഇപ്പോൾ സിനിമയെ ചേർത്ത് നിർത്തിക്കൊണ്ട് യൂട്യൂബ് റീൽസ് വരുന്നു, ഇൻസ്റ്റഗ്രാം റീൽസ് വരുന്നു. സിനിമയെ പോർട്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് സിനിമയുടെ പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് റീൽസ് വരുന്നു. സിനിമയ്ക്ക് ആ ട്രാവൽ ഉണ്ടാവും, സിനിമയെ ചുറ്റിപ്പറ്റി വരുന്ന സാധനങ്ങളാണ് മാറി വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു.
ആക്ച്വലി ആ ഒരു ഈ ഓഡിയൻസ് ഒരു ഒരു പ്രഷറാണോ ഈ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം മേക്കർ? മീൻസ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പം ഇത് ഓഡിയൻസ് റിസീവ് ചെയ്യുമോ, അവർക്ക് ഇഷ്ടപ്പെടുമോ? ശരിക്കും ഞാൻ അങ്ങനത്തെ ഒരാളേ അല്ല അല്ലേ? ചിലപ്പോൾ എൻ്റെ പരാജയമായിരിക്കും അത്. ഞാൻ അങ്ങനത്തെ ആളെ, ഞാൻ എപ്പോഴും കഥകളിൽ എനിക്കെന്ത് ചെയ്യാനുണ്ട്, കഥകളിൽ എനിക്കെന്ത് ആ ഒരു കൺവിക്ഷൻ കൺവിക്ഷൻ അത് എനിക്കൊരു പിടിവാശി പോലെയാണ്. നമ്മുടെ എഡിറ്റർ ഷമീർ പറയുന്നത്, ഞാനൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിനെ സ്നേഹിക്കും, പിന്നെ അതിൽ വേറെ ആൾക്കും വേറെ ചാൻസസ് ഉണ്ടാവില്ല, വല്ലാതെ അങ്ങ് പ്രേമിക്കും എന്നുള്ളതാണ്. അത് പിടിവാശിയൊക്കെ ഉണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ. അപ്പോൾ എനിക്കൊരു കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് പറ്റുന്ന ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്കാണ് ആദ്യം പോവുക. അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തത് ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ, അയാളെ കൺവിൻസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. അപ്പം ബാക്കിയുള്ളത് പിന്നെ പുള്ളിയുടെ ഉത്തരവാദിത്തമാണ്. ഈ സിനിമ വിൽക്കുക, മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ പിന്നെ പുള്ളി ഇത് ഓക്കെ പറയരുതല്ലോ. പക്ഷെ അർത്ഥത്തിൽ അത് പരാജയപ്പെട്ടില്ല, രണ്ട് സംരംഭങ്ങളും. അതെ ആ ഒരു അപ്രോച്ച് സക്സസ് ആയെന്ന് നമ്മൾ സത്യസന്ധമായ സമീപനം കൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഈ ഓഡിയൻസിന് പലപ്പോഴും നമ്മളിങ്ങനെ ഒരു വില കുറച്ച് കാണുന്നുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ? പലപ്പോഴും അവർക്കിത് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടുന്നില്ല. ഓഡിയൻസിനെ എനിക്ക് തോന്നുന്നു ഓഡിയൻസിനെ വില കുറച്ച് കാണിക്കുന്നത് അതൊന്നും കാര്യമില്ല. നമ്മളിത് സെല് ചെയ്യും. ഇതിപ്പോൾ പുതിയ കാലത്ത് ഓഡിയൻസ് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം ഭ്രമരം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അതിൽ കന്നഡ ആർട്ടിസ്റ്റ് ഭയങ്കര അമച്ചുറായിട്ട് ഫീൽ ചെയ്തു എനിക്ക് അത്ര ഓർമ്മയില്ല ഇപ്പം. ഭ്രമരം സിനിമയിലും ലാൽ സാർ ചൗളയുടെ ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന നടിയല്ല നടൻ, ഒരു കന്നഡ ആക്ടറായിരുന്നു. ഓക്കെ ഓക്കെ. അതിൽ 3 പേരിൽ ഒരാളാണ് പുള്ളി. ശരിക്കും ലാൽ സാറിന്റെ ക്യാരക്ടർ റിവെഞ്ച് ചെയ്യാൻ വരുന്നത് ഇയാളിലേക്കാണ്. ശരിക്കും ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പുള്ളി കുറച്ചൊരു അമച്ചറാണ്, ഇപ്പം സ്ലാങ്ങിൻ്റെ ഒക്കെ ആയിരിക്കും ഒരു പക്ഷെ ആ സിനിമ ഭയങ്കര സിനിമയാവും, അതിഗംഭീര സിനിമയാണ്. അപ്പം ഞാൻ ആ കാലത്താണ് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടായി, ഇപ്പോൾ ഇന്നാണ് ഇറങ്ങിയിരിക്കുക. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇറങ്ങിയിട്ട് ഞാൻ ആ ക്യാരക്ടറിനെ വെച്ചിട്ട് ആ സിനിമയെ കൊല്ലുകയാണ്. അതിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പറഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ കുറച്ച് ആ മോഡുലേഷൻസ് പരിപാടികൾ ചിലപ്പോൾ ബോഡി ലാംഗ്വേജ് എനിക്ക് വർക്കായില്ല. അതെൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ. മേ ബി ചിലപ്പോൾ സിനിമയുടെ തന്നെ ആ ക്രാഫ്റ്റ്മാൻഷിപ്പിലുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരിക്കും, ആ ആർട്ടിസ്റ്റ് വന്നതിന് ശേഷം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ ആ സിനിമ അതിഭീകരമായി ആഘോഷിക്കപ്പെട്ട സിനിമയാണ്. ഇപ്പോഴും ലാൽ സാറിൻ്റെ കരിയറിൽ അല്ലെങ്കിൽ ബ്ലസി സാറിൻ്റെ സിനിമകളിൽ നമ്മൾ നോട്ട് ചെയ്യപ്പെടുന്ന സിനിമയാണ്. അപ്പം ഞാൻ റിവ്യൂ ഇടുന്നതോടുകൂടി ഇപ്പോഴത്തെ കാലത്ത് ആ സിനിമ ആ നടൻ്റെ ആ മോശം പെർഫോമൻസിൻ്റെ പേരിൽ മാത്രമായി ആഘോഷിക്കപ്പെടുകയും അല്ലെങ്കിൽ ആ സിനിമയിലേക്കുള്ള ആൾക്കാരെ വഴിതിരിച്ചു വിടാനും ഇന്നത്തെ റിവ്യൂസിന് പറ്റും. ഒരു റോങ് പെർസെപ്ഷൻ ഉണ്ടാക്കിയിടാൻ പറ്റും. അപ്പോൾ അത് റോങ് ആണ് ആക്ച്വലി. ഇത്തരം പരിപാടികൾ ഈ സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ആൾക്കാരെ അടുത്ത മണിക്കൂറിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നു, കാണണോ വേണ്ടേ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ അടുത്ത മണിക്കൂറിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതൊരു ഒരു പ്രഷർ പോലെയാന്ന് തോന്നുന്നു. സിനിമ ഇറങ്ങിയ ഉടനെ റിവ്യൂ ഇടണം, അഭിമാന പ്രശ്നം പോലെയാണ്. പക്ഷെ അപ്പോഴേ റിവ്യൂ വർക്ക് ചെയ്യുന്നുള്ളൂ ആക്ച്വലി. അതായത് എനിക്ക് തോന്നുന്നു സിനിമ റിവ്യൂ ആൾക്കാർ കാണുന്ന പലപ്പോഴും ഈ സിനിമയ്ക്ക് പോകണോ വേണ്ടേ എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ടാവും, കണ്ടിട്ട് അതിൽ ഈ റിവ്യൂസ് എല്ലാം ബയസ്ഡ് ആണോ? അതെ, ഉറപ്പായിട്ടും ആയിരിക്കുമല്ലോ. എല്ലാവർക്കും അവരവരുടേതായ ബയാസസ് ഉണ്ടാവുമല്ലോ, ഇഷ്ടങ്ങളുണ്ടാവും, അഭിരുചികളുണ്ടാവും. അല്ല, സാമ്പത്തികമായി പൈസ ചോദിക്കുന്ന ആണല്ലേ. ഇത്ര പൈസ തന്നാൽ പോസിറ്റീവ് റിവ്യൂ ഇടാം, ഇത്ര പൈസ തന്നാൽ തന്നില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടും എന്ന് ഭീഷണിപ്പെടുത്തുന്ന റിവ്യൂസും ഉണ്ട് ഇവിടെ. ഓക്കെ. അല്ല, ഈ റിവ്യൂസ് ഇപ്പം ആഘോഷിക്കപ്പെടുന്ന റിവ്യൂസൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ വളരെ മോശം സിനിമകളുണ്ട്. അതെ അതെ ഉണ്ട് തീർച്ചയായിട്ടും. എല്ലാവർക്കും പറയപ്പെടുന്ന നല്ല സിനിമകൾ എന്ന് പറയുന്നത് മോശം സിനിമകളുണ്ട്. അതുപോലെ വളരെ നല്ല സിനിമകൾ ഇവർ മോശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അതിൻ്റെ പുറകിലുള്ള നമുക്കറിയുന്നുണ്ടോ അതിൻ്റെ പുറകിലുള്ള സാധനം എന്ന് വെച്ചാൽ സാമ്പത്തികമായി അവരെ മീറ്റ് ചെയ്തില്ല പ്രൊഡ്യൂസർ. അവരാവശ്യപ്പെടുന്ന തുകയിലേക്കോ അവർ ആവശ്യപ്പെടുന്ന സംവിധാനത്തിലേക്ക് അവരെത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. പലപ്പോഴും ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല, കുറേ പേരെങ്കിലും ഉണ്ട്, 100% ഉണ്ട്. ഒരു കമൻറ്റിയുടെ 3 രൂപയാണ്. നിങ്ങളുടെ പേജിൽ നിങ്ങളിട്ടൊരു കണ്ടന്റിൻ്റെ താഴെ നെഗറ്റീവ് കണ്ടന്റ് 3 രൂപ വന്നാൽ മതി. അപ്പം 100 കമൻറ്റിന് 300 രൂപ. അതായത് ഈ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളുടെ അടുത്തുനിന്ന് ഒരു കമൻറ്റിന്. അതെ. ഓക്കെ. അത് ഇവിടെ കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ മനസ്സിലായി. അതായത് ഇൻസ്റ്റാഗ്രാമിനോ യൂട്യൂബിലോ പ്രൊമോട്ട് ചെയ്യുന്നതിന്. ഓക്കെ. അപ്പോൾ അവർ പല ഏതെങ്കിലുമൊക്കെ ഐഡിയിൽ നിന്ന് വന്നിട്ട് പോസിറ്റീവ് കമൻസോ ഇപ്പം നെഗറ്റീവ് കമൻസോ ഒക്കെ ഇടും എന്നുള്ളത്. ഒരു കമൻറ്റിന് 3 രൂപ. അത് ഒരു ഇടയ്ക്ക് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട്. അല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം പലപ്പോഴും ചില സിനിമകൾ, ഇപ്പം നമ്മുടെ സിനിമ ഇറങ്ങിയിട്ട് ഒരു കുറച്ച് കാലത്തിന് ശേഷം വന്ന റിവ്യൂസിൽ ഒരു പെർട്ടിക്കുലർ മൊമെൻ്റിൽ നിന്ന് ഭയങ്കര നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. നെഗറ്റീവ് സ്പ്രെഡ് എൻ്റെ കയ്യിൽ ഏതാണ്ട് 70 സ്ക്രീൻഷോട്ട്സ് ഉണ്ടോ.
ഈ 70 സ്ക്രീൻഷോട്ട്സിൽ ഒരു 50-55 സ്ക്രീൻഷോട്ട്സും ഫേക്ക് ഐ ഡീസാണ്. ഫേക്ക് ഐ ഡീസ് എന്ന് പറഞ്ഞാൽ സെയിം കോപ്പി പേസ്റ്റ്, ഒരു പെർട്ടിക്കുലർ പാരഗ്രാഫ് കോപ്പി പേസ്റ്റ് ഒരേ കണ്ടന്റ് പല ഐഡി. ഈ ഐ ഡിയുടെ പ്രൊഫൈൽ പിക്ചേഴ്സിലുള്ളതെല്ലാം ഫോട്ടോസായിട്ടുള്ളതെല്ലാം ഒരു ഫാൻ ബേസ് ഉള്ള ഒരു നടൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫാൻ ബേസ് ഉള്ള സാധനം. അതിലൊരു 30% മറ്റൊരു നടൻ്റെ ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ്. ഇവരൊരു ഗ്രൂപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒരു ലിങ്കിൽ, ഇപ്പം ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു ലിങ്ക് ഇടുന്നു, ആ ലിങ്കിനെ ചേർന്ന് വരുന്ന ആൾക്കാരാണോ. എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നതും ഫേക്ക് ഐ ഡീസാണ്. ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഓൾറെഡി സിനിമ ഒരു വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഇപ്പം അല്ല അതിൻ്റെ ഞാൻ പറയേണ്ട സമയം. ഇത് ഇപ്പം അല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൗഡായിട്ട് ഇത് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ്. ഇപ്പം നമ്മുടെ അസോസിയേഷനിലടക്കം ഇതിനെ ധരിപ്പിക്കണം എന്നുള്ളത് അവർക്കറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ഇത്രയും സെൻട്രിക്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു കമൻറ്റിന് 3 രൂപ മതി. ഇത് 300 കമൻറ്റ് നിങ്ങളൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ അവിടെ ഒരു പോസിറ്റീവ് നോട്ട് ഇടുന്നു. ആ നോട്ടിൽ താഴെ 300 കമൻറ്റ്സ് നെഗറ്റീവ് നോട്ട് വന്നു കഴിഞ്ഞാൽ അത് കാണുന്ന ആൾ ആദ്യം ഒന്ന് നോക്കുന്ന കമൻറ്റിൽ നെഗറ്റീവാണ്. നിങ്ങൾ പറഞ്ഞ നെഗറ്റീവായിട്ടാണ് ആ കാണുന്ന ഒരു 30% ആൾക്കാരെങ്കിലും വിശ്വസിക്കുക. നിങ്ങൾ നല്ലത് പറഞ്ഞാലും കമൻറ്റ് വായിച്ചിട്ട് നല്ലതാണോ മോശമാണോ ചിന്തിക്കുന്നൊരു 30% ഉണ്ട്. അവർക്ക് ഈ 30% വെച്ചിട്ട് അവർ വിചാരിക്കും നിങ്ങൾ പറഞ്ഞ മോശമാണ്, ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. വ്യക്തമായി കോക്കസുകൾ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കില്ല ഒരു സോഷ്യൽ മീഡിയ പോലെ. ഇത് മടുക്കും, ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങുന്നേ. ഇപ്പം ആൾക്കാർക്ക് ഇപ്പം എന്നെ പോലത്തെ എത്ര ഫിലിം മേക്കേഴ്സിന് ഇത് വിക്ടിമായിട്ടുണ്ടത്. അവരൊക്കെ പറയുമായിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ പേരിത് തുറന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു. അല്ല, ഒന്നുമില്ല, നിങ്ങളൊരു സാധനം കണ്ട് അത് വായിച്ചിട്ട് നിങ്ങൾക്കത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന മുമ്പ് അത് ഇട്ടിരിക്കുന്ന ആളുടെ പ്രൊഫൈൽ, അയാൾ പറയുന്ന കാര്യം, ഒരു കാര്യം പറഞ്ഞ ആളുടെ പ്രൊഫൈൽ അത് ഒതൻറ്റിക് ആണോ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ, അത് പൂമ്പാറ്റയാണോ എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം സിനിമ ഒരു ഈസി സാധനം അല്ലല്ലോ സെല് ചെയ്യാനും. പാഷനുള്ള ഒരാൾക്ക് സിനിമ ചെയ്യുന്നത് വളരെ ഈസിയാണ്. പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഈസിയാണോ? അത്ര വളരെ ഈസിയാണ്. പാഷനേറ്റ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാൾക്ക് നേരെ തിരിച്ചാണ് ഒരു പൊതു പെർസെപ്ഷൻ സിനിമയിലേക്ക് എത്തിപ്പെടാനും. ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ ഉണ്ടായി നിൽക്കുന്ന ഡേ സ്റ്റാർട്ട്സ് ഫ്രം ഡേ 1 അന്ന് മുതൽ സിനിമ ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കുന്ന ഫിലിം മേക്കിംഗ് പ്രൊസീജിയറാണ് പറയുന്നത്. മറ്റേത് അലച്ചിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതല്ല ഞാൻ പറഞ്ഞു. ഇപ്പം എല്ലാ പ്രൊഡ്യൂസർ വന്ന് സിനിമ തുടങ്ങുന്നു, നാളെ തുടങ്ങുന്നു, തീരുന്നവരെയുള്ള അതിന് എല്ലാ ബാക്കിയുള്ള സാങ്കേതിക വിദ്യാ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് പാഷനായിട്ട് ഉള്ള ഒരാൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എൻജോയബിൾ പ്രോസസ്സാണ്. അതെ. പക്ഷേ ഇത് പുതിയ കാലത്ത് ഇത് മാർക്കറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിച്ച് ആൾക്കാരെ കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇതിന്റെ പ്രൊമോഷനാണ് ഏറ്റവും പറഞ്ഞ് ആൾക്കാരെ വെറുപ്പിച്ച് ഇൻ്റർവ്യൂസ് കൊടുത്ത് എൻ്റെ സിനിമ കാണണം എവിടെ പോയാലും നമ്മളിത് പറയണം, തിയേറ്ററിൽ പോകണം. നമ്മൾ ഈ OTT ഒക്കെ വന്നത് എങ്ങനെയാണ് ശരിക്കും? നിങ്ങളുടെ പുതിയൊരു ഇപ്പോൾ നമുക്കൊരു കോവിഡിന് ശേഷമാണല്ലോ OTT, അല്ലെങ്കിൽ കോവിഡുമായി കോവിഡിൻ്റെ ടൈമിലാണ് OTTs പോപ്പുലർ ആവുന്നത്. ആൾക്കാർ വേറൊരു രീതിയിൽ സിനിമ കാണാൻ തുടങ്ങുന്നത്. ആൾക്കാർ കുറച്ചും കൂടെ വലിയ സിനിമകൾ, അതായത് വൈവിധ്യമാർന്ന സിനിമകൾ കാണാൻ തുടങ്ങുന്നതൊക്കെ. അപ്പോൾ ഈ OTTകൾ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആവുന്നു, OTTകൾ കമാൻഡ് ചെയ്യുന്നു. ഇപ്പം ബോളിവുഡിലൊക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ട് ഇപ്പോൾ അമീർ ഖാൻ്റെ ഒരു സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്തു, സിതാരെ സമീൻ പർ. അപ്പം ഈ OTTയും ആയി ബന്ധപ്പെട്ട് അത് മലയാള സിനിമയ്ക്ക് OTT കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ? രസകരമായൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കടയുണ്ട്, ബിരിയാണി ബേക്കറി, ഉച്ചയൂണും ബിരിയാണി അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നൊരു കടയാണ്, ജംഗ്ഷനിൽ തന്നെയുള്ളൊരു കട. അപ്പോൾ അതിന് തൊട്ട് ഒരു ദിവസം നമുക്കറിയുന്ന ഒരാളാണ്, നമ്മൾ ഡെയിലി പോയി കാണും, നമുക്ക് ഡെയിലി റുട്ടീനായിട്ട് പോകുന്ന കടയായതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കും. പുള്ളി സിനിമ കാണുന്നതിന് എതിരാ, എന്നാൽ പക്ഷേ പുള്ളി മാസ് മസാല സിനിമകൾ കാണുകയും ചെയ്യും. അറിയാതെ പുള്ളി ഒരു ദിവസം പറഞ്ഞപ്പോൾ കിട്ടിയതാണ്. പുള്ളി സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് എതിരാണെന്നാണെന്ന് എനിക്ക് ആദ്യം സംസാരിച്ചപ്പോൾ കിട്ടിയത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ ഇറങ്ങിയപ്പോൾ പുള്ളി അത് തിയേറ്ററിൽ പോയി കണ്ടു എന്ന് പുള്ളി അറിയാതെ പറഞ്ഞു പോയി. അപ്പം ഞാനതിനെതിരെ ചോദിക്കുമോ, നിങ്ങളെന്ത് പിന്നെ സിനിമ കാണില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ. അപ്പോൾ ഒരു ദിവസം പുള്ളിയുടെ കടയുടെ മുമ്പിൽ ഭയങ്കര ബഹളം. പുള്ളി പിന്നെ മാത്രമല്ല, പുള്ളി റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോവുള്ളൂ. റിവ്യൂസ് ചെയ്യുന്നത് ശരിയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരാളാണ്. പിന്നെ പുള്ളി ടെലിഗ്രാം ലിങ്ക് എപ്പോഴും ചോദിക്കുന്ന ആളാണ്. ലിങ്ക്, ആ സിനിമയുടെ ലിങ്ക് ഭക്ഷണം വിളമ്പി തന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ മറ്റേ പടം ഇറങ്ങിയല്ലോ അതിൻ്റെ ലിങ്ക് ഉണ്ടോ, OTT ഇറങ്ങുന്ന സിനിമയാണ്. ഞാൻ 2-3 പ്രാവശ്യം പുള്ളി അടുത്ത് പറഞ്ഞു, ഇത് ശരിയല്ല, അത് നമ്മൾ ചെയ്യുന്നത് ഇല്ലീഗൽ പരിപാടിയാണ് പറഞ്ഞ് പുള്ളിയെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം പുള്ളിയുടെ കടയുടെ മുമ്പിൽ ഭയങ്കര ബഹളം. അത് ഈ പെട്ടി ഓട്ടോറിക്ഷയിലൊക്കെ വന്നിട്ട് മറ്റേ ബിരിയാണി 100 രൂപയ്ക്ക് ബിരിയാണി മനസ്സിലായി വയ്ക്കുന്ന ഒരു കട. അത് പുള്ളിയുടെ കടയുടെ മുമ്പിൽ വന്നത്
കടയല്ല, ഈ പുള്ളിയുടെ കട എവിടെയാണ്? റോഡിൻ്റെ അക്കരെയാണ് ഈ ബിരിയാണി കട. പുള്ളി അത് മുനിസിപ്പാലിറ്റിക്ക് കംപ്ലയിൻറ്റ് ചെയ്ത് ആ കടയെ അവിടെ നിന്ന് മാറ്റുന്നതിൻ്റെ ബഹളമാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, നമ്മളെപ്പോലത്തെ ആൾക്കാർ കഷ്ടപ്പെട്ട് സിനിമ ഇത്രയും പൈസ മുടക്കി സിനിമ ചെയ്യുന്നു. സിനിമയായിട്ട് നിങ്ങൾ വളരെ ഈസി ആയിട്ട് ടെലിഗ്രാമിൽ പോയി നിങ്ങൾ സിനിമ കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ തൊട്ട് മുമ്പിൽ വരുന്നൊരു ബിരിയാണി കടയെ നിങ്ങൾ ഇവിടുന്ന് പാർസൽ ചെയ്യിപ്പിക്കുക? നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തടിയിൽ തട്ടുന്നൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നു. മനസ്സിലായി. ഇത് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ പോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഇതിന് പ്രൊഡ്യൂസറുണ്ട്, മുതൽ മുടക്കുണ്ട്. നിങ്ങളുടെ ബിരിയാണി പോലെയാണ് നമ്മുടെ സിനിമയും. തൊട്ടപ്പുറത്ത് ടെലിഗ്രാമിൽ വിൽക്കുന്ന ബിരിയാണി നിങ്ങൾ കഴിക്കരുത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം പുള്ളി പറയുന്നത് പുള്ളി വാടക കൊടുക്കുന്നുണ്ട്. അയാൾക്ക് വാടക കൊടുക്കണ്ട, പുള്ളിക്ക് കട, അതാണ് പുള്ളി പറയുന്നത്. മനസ്സിലായി. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സാധനം. ഇതാണ് മനുഷ്യർ മനസ്സിലാക്കേണ്ടത്. ഇത് സോ അത് ഈ OTT-കളെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് OTT-ൻ്റെ പരിപാടി എന്ന് വെച്ചാൽ OTT-കാർ ഇവിടുന്ന് ജീവനം കൊണ്ട് ഓടിക്കഴിഞ്ഞു ഓൾറെഡി. എന്ന് വെച്ചാൽ ഇവിടുന്ന് അവർക്ക് കൺവേർഷൻ നടക്കുന്നില്ല. വല്ല ക്രിക്കറ്റും വരുമ്പോഴാണ് ഇവർക്ക് പുതിയ സബ്സ്ക്രിപ്ഷൻസ് വരുന്നത്, പുതിയതായിട്ട് ആഡ് ഓൺ വരുന്നത്. അല്ലാതെ ഇവിടെ എല്ലാവരും സിനിമ വരുന്ന ടെലിഗ്രാമിലാണ് കാണണേ. ഭയങ്കര ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം പോലെയാണ് ടെലിഗ്രാമിനെ കാണണേ. ഒരു പുതിയ സിനിമ പുതിയ ചാനലിൽ വന്നു, അല്ല പുതിയ ഒരു OTT-ൽ വന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് മനസ്സിലായി കൺവേർഷൻ എടുത്ത്, അല്ല ഇല്ലാത്തൊരു അക്കൗണ്ട് പുതുതായിട്ട് എടുത്തിട്ട് ആര് കാണുന്നുണ്ടോ? ഓക്കെ, ആക്ച്വൽ ക്രൈസിസ് ഉണ്ടല്ലേ? അപ്പോൾ ഉണ്ട് OTT സിനിമകൾ എടുക്കുന്നത്. ഇത് ഇന്ത്യ മുഴുവനുള്ള സാധനമല്ലേ ടെലിഗ്രാം? ഇത് കേരളത്തിൽ മാത്രം എഫക്റ്റഡ് ആവും ഇങ്ങനെയൊരു? നമ്മൾക്ക് കുഞ്ഞ് ഇൻഡസ്ട്രി, കുഞ്ഞ് പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ കുറവായതിൻ്റെ ഒരു റീച്ച് കുറവുള്ള. തമിഴ് സിനിമയ്ക്ക് അതില്ല. തമിഴ് സിനിമയ്ക്ക് കമ്പാരിറ്റീവ്ലി തമിഴ് സിനിമ തെലുങ്കിലോടും മലയാളത്തിലോടും. അപ്പോൾ OTT-കാർക്ക് കുറച്ചും കൂടി ഒരു മലയാള സിനിമ എടുക്കുന്നതിനേക്കാളും നല്ലത് തമിഴ് സിനിമ എടുക്കുന്നതാണ്. കമ്പാരിറ്റീവ്ലി അവർക്ക് ബ്രേക്ക് ഈവൻ ആവുക അത്തരത്തിലുള്ള സിനിമകളാണ്. അപ്പോൾ മലയാള സിനിമ അവർ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അനുരാജിൻ്റെ സിനിമയിലെ കുറിച്ച് വരികയാണെങ്കിൽ ഇപ്പം പത്മരാജന് ഇഷ്ടമുള്ളൊരു റൈറ്റർ അല്ലെ? സിനിമകളും ഇഷ്ടമായിരിക്കും തോന്നൽ. പത്മരാജൻ സിനിമകളിലെ 1-2 സിനിമകൾ എനിക്ക് അത്ര താല്പര്യമില്ലാതെ ആണല്ലേ? ഓക്കെ, ഞാൻ എഴുതിയത് തൂവാനത്തുമ്പികൾ എനിക്ക് അത്ര എനിക്കും എൻ്റെ ഫേവറേറ്റ് പടമല്ല തൂവാനത്തുമ്പികൾ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അത്ര റൊമാൻറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് ഒരുപാട് ചർച്ച ചെയ്ത ഒരു സാധനമാണ് തൂവാനത്തുമ്പികൾ കേരളത്തിൽ. അതിൻ്റെ അകത്തുള്ള ചില ഫ്യൂഡൽ ബോധവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ എനിവേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പത്മരാജൻ റൈറ്റർ ഇഷ്ടമുള്ള ഒരാൾ, അനുരാജ് റൈറ്റർ ഡയറക്ടർ എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് ആലോചിക്കാറില്ല. വലിയ ആഗ്രഹമാണ് ഒരു സിനിമ സ്വന്തമായി എഴുതുക. ഞാനത് 1-2 സാധനങ്ങളുടെ കയ്യിലുണ്ടെന്നാണ്. നമ്മളൊരു ബ്രാൻഡാവുക, നമ്മളിലേക്ക് കൂടുതൽ ആൾക്കാർ അനുരാജിൻ്റെ സിനിമ കാണാൻ തിയേറ്ററിൽ ആൾക്കാർ വരുന്ന കാലത്ത് എഴുതാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് സിനിമയാക്കാം. ഇന്നൊരാളുണ്ട്, അയാളുടെ സിനിമകൾ കഴിഞ്ഞ കുറച്ച് സിനിമകൾ നല്ലതാണ് എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടാവുമല്ലോ. ആ കാലത്ത് ചില ഡയറക്ടേഴ്സ് പക്ഷേ ഈ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്യാൻ, ഇപ്പം വലിയ ഡയറക്ടർ, ഇപ്പോൾ സ്കോർസെസെ പോലത്തെ ഡയറക്ടർ പോലും പുള്ളി വേറെ ആൾ എഴുതിയ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അല്ല, അതിലൊരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് ശരിക്കും? സംഗതി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ എഴുതിയ നിങ്ങളുടെ കാഴ്ചയെ ഞാൻ വായിക്കുകയാണ്. അപ്പോൾ അതിൽ വീണ്ടും ഒരു കാഴ്ച ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അതിൽ മറ്റൊരു സാധ്യത വീണ്ടും രണ്ടുപേരുടേതായിട്ട് വരികയാണ്. അത് എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ഇപ്പം ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ, ഇപ്പം അബിൻ എഴുതിയൊരു കാഴ്ചയാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മോർ ഓവർ ഒരു തേർഡ് പെർസ്പെക്റ്റീവ് പോലെ ഒരു സാധനം ഉരുത്തിരിഞ്ഞ് വരും. നമ്മൾ രണ്ടുപേരുടെയും ഡിസ്കഷൻ്റെ ഇടയിൽ മൂന്നാമതൊരു കാഴ്ചയായിട്ട് വരും. അതിന് അങ്ങനെ ഉള്ളത് കുറച്ചും കൂടി, പിന്നെ നമ്മുടെ ജോലി കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ സ്ട്രെസ് കുറച്ച് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമേ, വായിച്ചിട്ട് ഒരു കോൺഫിഡൻസ് കൂടും അല്ലേ? വേറെ ആളും കൂടെ ഇത് കൊള്ളാമെന്ന് പറയുന്നതിൻ്റെ ഒരു, നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരാൾ എഴുതി വെച്ച സാധനം നമ്മൾ വായിച്ച് നമുക്ക് അതിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുകയാണ്. നമ്മൾ എഴുതിയ സാധനം നമ്മൾ തന്നെ വായിച്ച് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അത്ര എക്സൈറ്റഡ് ആവണം. മനസ്സിലായി. ഞാൻ എക്സൈറ്റ്മെൻറ്റിൻ്റെ ആളാണ്. ചിലപ്പോൾ ഞാനിപ്പോൾ എഴുതിയ ഒരു സീൻ ഞാൻ തന്നെ വായിച്ചാൽ ചിലപ്പം പഴയ ഞാൻ ഫേസ്ബുക്ക് എഴുത്തിൻ്റെ ആളായിരുന്നു. ഞാൻ ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കി മൊമെൻ്ററി ആയിട്ട് പ്രതികരിക്കുന്ന ആളായിരുന്നു. പ്രതികരണം ഇപ്പോഴും ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇല്ലാന്നേ ഉള്ളൂ. മനസ്സിലായി. അപ്പോൾ ഇന്നിപ്പോൾ അതാ മറ്റേ ലഹരി വിമുക്ത ക്യാമ്പയിൻ്റെ നമ്മൾ വരുന്നതിന് മുമ്പ് ചെയ്തത്. അത് അത്ര ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ നമ്മൾ അപ്പോൾ എഴുതിയാൽ തന്നെ അതൊരു 10 ആവർത്തി വായിച്ചാൽ മാത്രമേ അത് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. മനസ്സിലായി. അപ്പോൾ അത്രയും സമയം എടുക്കും. ചിലപ്പോൾ ആ വിഷയം കയ്യിൽ നിന്ന് പോയ സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്കത് എഴുതി കൺവിൻസ്ഡ് ആവാം നമ്മൾ എഴുതിയിട്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ. പക്ഷേ കുറച്ചും കൂടെ ഒരു നമ്മുടെ ഉള്ളിൽ കുറച്ചും കൂടെ നമ്മൾ എഴുതുന്ന സിനിമകൾ കുറേം കൂടെ നമ്മളായിട്ട് കണക്റ്റ് ആയിരിക്കും തോന്നുന്നു അല്ലേ? നമ്മുടെ ആ സോളുള്ള സിനിമയായിരിക്കും എഴുതുക.
കുറച്ചുകൂടെ നമ്മളായിട്ട് കുറച്ചുകൂടെ നമ്മളായിട്ട് ചേർന്ന് നിൽക്കുന്ന, കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ളതാണ് ഒരു എൻ്റെ കഥയായിരിക്കും കയ്യിലുള്ളതാ. ഈ ഇപ്പോൾ നരിവേട്ടയിലൊരു ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജോണറയിൽ വരുന്നൊരു സിനിമയുണ്ടോ, അതായത് ഒരു റിയൽ ഇൻസിഡൻറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയാവുന്ന ഒരു ഇതാണ്. അത് ആക്ച്വലി എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? കാരണം റിയൽ ഇൻസിഡൻറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നു, പക്ഷേ കംപ്ലീറ്റ്ലി ഫിക്ഷനാണ്. റിയൽ ഇൻസിഡൻറ്റ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ എവിടെ നിന്ന് ഇത് വന്നതെന്ന് പറയാൻ പറ്റും, പക്ഷേ പ്യുവർ ഫിക്ഷനാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്തൊരു ഞാണിമേൽ കളി ഉണ്ടല്ലോ, ഒരു അതെങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്ന വാർത്തയായിട്ട് വരുന്ന മുത്തങ്ങ, ചെങ്ങറ, പൂയംകുട്ടി, അങ്ങനെ ആർളം ഫാമിലെ സമരങ്ങൾ. ആദ്യം ആദിവാസി സമരം വരുന്നത് ആർളത്ത് കേന്ദ്രീകരിച്ചാണ് സമരം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിലേക്ക് വരുമ്പോൾ ആദിവാസികൾക്ക് നീതി കിട്ടിയിട്ടില്ല ഇപ്പോഴും. ഇപ്പം കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്ന കുഞ്ഞിനെ പുലി അടിച്ചുകൊണ്ടുപോയി. ഒരു കുഞ്ഞിനെ കിട്ടിയില്ല, ഒരു കുഞ്ഞ് ഭീകരമായി പരിക്ക് പറ്റി കിടക്കാം. അവർ നമ്മൾക്കിടയിൽ ജീവിക്കുന്ന, നമ്മളുടെ കൂടെ ജീവിക്കുന്ന, നമ്മളെ സൗഹൃദത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ട വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നുള്ള ബോധ്യം നമ്മൾക്കുള്ളിലുണ്ട്. മുത്തങ്ങ സംഭവത്തിനെ ഡോക്യുമെൻ്റ് ചെയ്യുകയല്ല നമ്മൾ ചെയ്തത്. മുത്തങ്ങ സംഭവം പോലെയുള്ളൊരു ആദിവാസി സെൻട്രിക് ആയിട്ടുള്ളൊരു ഭയങ്കരമായൊരു സമരത്തെ എങ്ങനെയാണ് ഗവൺമെൻറ് താല്പര്യപൂർവ്വം അടിച്ചമർത്തിയത് എന്നത് പറയണം നമ്മൾ. ഗവൺമെൻറ്റാണ് ഓപ്പോസിറ്റ്, സിസ്റ്റമാണ് ഓപ്പോസിറ്റ്. ബാക്കിയെല്ലാം അവിടെ നടന്നതെല്ലാം സെക്കൻഡറിയാണ്. ആദിവാസികൾക്കൊപ്പമാണ് നമ്മൾ, ആദിവാസികൾക്കൊപ്പമാണ് സിനിമ. ഇതാണ് നമ്മുടെ ആദ്യത്തെ തോട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നുവെച്ചാൽ അതിന് ശേഷമോ അതിന് മുൻപോ ഒരു ഇപ്പോൾ ഗൗരിയമ്മയെ പോലെയൊക്കെയാണ് എനിക്ക് ചില സമയത്ത് അന്നത്തെ ജാനുവിനെ ഓർമ്മ വരിക. ആ സമയത്ത് ഇത്രയും പേരെ എന്നുവെച്ചാൽ ഭാഷ പോലും വ്യത്യസ്തമായ ഗോത്രവിഭാഗങ്ങളെ സമരത്തിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ സാങ്കേതികമായി അതിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവരെ അവിടെ കുടിൽ കെട്ടി താമസിപ്പിച്ച് അവരെ ഏകീകൃതമായ ഒരു സൊസൈറ്റി ഉണ്ടാക്കി ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാം. അതിന് മുൻപോ ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട് ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ അത്തരത്തിലൊരു സമരം പിന്നീട് ഉണ്ടായിട്ടില്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പം ആ സമരത്തെയാണ് വളരെ ലാഘവത്തോടു കൂടി 18 റൗണ്ട് വെടിവെച്ച് ആൾക്കാരെ തല്ലിച്ചതച്ച് വെടിവെച്ച് കൊന്നു തന്നെ പറയണം. 18 റൗണ്ട് വെടി എന്ന് പറഞ്ഞാൽ ആദിവാസികൾക്ക് അന്ന് ആധാർ കാർഡോ റേഷൻ കാർഡോ ഒന്നും ഇല്ലാത്ത ആദിവാസികൾ 1500ഓളം വരുന്ന കുടുംബങ്ങളാണ് അവിടെ സമരം ചെയ്തത്. പലരും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഉൾക്കാടുകളിൽ നിന്ന് ഭീകരമായ അലർച്ചകൾ, ശബ്ദങ്ങൾ കേട്ട നാട്ടുകാരുണ്ട്. അതിനുശേഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ട്രോഫിയും അവർക്കുണ്ടായിരുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത ആദിവാസികളെ മാസങ്ങളോളം തല്ലുമായിരുന്നു, ചകിട്ടത്തടിക്കുമായിരുന്നു. അങ്ങനെ കാലങ്ങളായി കാട്ടിനകത്ത് താമസിച്ച ആദിവാസികളുണ്ട്. അപ്പോൾ അത്രയും ബ്രൂട്ടലായ ഒരു സമരത്തെ നമ്മളെങ്ങനെ അടയാളപ്പെടുത്തും എന്നാണ് നമ്മൾ ആദ്യത്തെ തോന്നലുണ്ടായത്. നിങ്ങൾ പറഞ്ഞത് ഞാനുമ്പോൾ കളിയായിരുന്നു. പക്ഷേ ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന ഈ 20 CR മണി പ്രൊഡ്യൂസറിന് തിരിച്ചിട്ടണം. ആ ഫിക്ഷൻ ചെയ്യുമ്പോൾ ആ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തിയേറ്ററിൽ ആൾക്കാർക്ക് കിട്ടണം, ആൾക്കാർ സിനിമ കാണണം. അതിൽ കൂടെ നമുക്കിത് പറയാനും പറ്റണം. ഈ ഒരു ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് പ്രത്യേകിച്ചും. അതിനെ ഇവൈഡ് ചെയ്തു പോയോ? മീൻസ് ഇപ്പം ഇല്ല, കോൺട്രവേഴ്സി അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ സുധാകരൻ്റെ ഓർഡറിലാണ് അന്ന് വെടിവെപ്പൊട്ടിക്കുന്നത്. അതെ അതെ, അയാൾ അന്ന് കൊടുത്ത പ്രസ് മീറ്റ് ഭയങ്കര അറഗൻ്റായിട്ട് പ്രസ് മീറ്റ് നമ്മൾക്ക് എല്ലാവരും ചരിത്രപരമായി. ഇപ്പം ഷാജിയേട്ടൻ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് നമ്മൾ കാണാം. അത് ആ ഫുട്ടേജ് പോലും നമുക്ക് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ല. പിന്നെ കെ സുധാകരനെ കുറിച്ച് നമുക്കറിയാം. കണ്ണൂരിലെ നമുക്ക് മാടമ്പി ഗുണ്ട പരിപാടിയൊക്കെ ഇഷ്ടംപോലെ എടുക്കുന്ന ആളാണ് അയാൾ. കെ സുധാകരനെ സംബന്ധിച്ചിട്ട് പുള്ളിക്കിപ്പോൾ അത് സിനിമ കണ്ടോ? ഞാൻ അതിലത്തൊരു പൊളിറ്റിക്കൽ പാർട്ടി മെൻഷൻ ചെയ്യപ്പെടുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ അല്ല, നമുക്കത് ഈസിയാണ് ആക്ച്വലി. അപ്പോൾ അത്തരം സാധനങ്ങൾ കൊണ്ടുവന്ന് സിനിമയുടെ മോറൽ സ്വഭാവത്തെ ഡിവൈഡ് ചെയ്ത് പോകരുത് എന്നുള്ളതുകൊണ്ടേ ഇതൊരു പൊളിറ്റിക്കൽ സിനിമയായിട്ട് വരുന്നതിനപ്പുറത്ത് ആദിവാസികളുടെ അവസ്ഥ ഇതാണ്, അന്നും അതെ ഇന്നും അതെ എന്നുള്ളതാണ് നമ്മൾ വളരെ ലളിതമായി കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇങ്ങനെയാണ് ആ സമരം അട്ടിമറിക്കപ്പെട്ടത്. അല്ല, ഇത് ആ സമരം ആവശ്യം രാഷ്ട്രീയത്തിന്റെ അകത്ത് ഒതുങ്ങി പോകരുത് വിഷയം. അതിനപ്പുറത്തോട്ട് അതിന് മാനങ്ങളുണ്ട്. കാലങ്ങളായിട്ടുള്ള അവരൊരു ഫേറ്റ്, ആ അർത്ഥത്തിലായിരുന്നു അതിനെ നിങ്ങൾ സമീപിച്ചത്. നരിവേട്ട ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു പ്രമേയമാണ്. ആക്ച്വലി നമുക്ക് ഭയങ്കര ഡാർക്ക്നെസ് വേണമെങ്കിൽ ആ സിനിമയിലേക്ക് വരാം. അവസാനത്തേക്ക് അതുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഒരു പാർട്ട് മുഴുവനും ഈ ഹീറോയിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അയാളുടെ നാട്ടിൽ അയാളുടെ പ്രണയം, ഇതൊരു ഈ കൊമേഴ്ഷ്യൽ സിനിമയുടെ ടെംപ്ലേറ്റ് പിടിക്കാനുള്ള ഒരു കോംപ്രമൈസ് ആയിരുന്നു. അല്ലല്ല, ഒരിക്കലും അല്ല. ഇത് വർഗീസ് ഫാമിലി വരണം, എല്ലാ ഓഡിയൻസിനും ഇത് കാണാൻ പറ്റണം. വർഗീസ് എന്നുള്ള ഒരാളുടെ മാറ്റമാണ് ആ സിനിമ. വർഗീസ് എന്നുള്ള ഒരാൾ കുട്ടനാട്ടിൽ ജീവിച്ചിരുന്നു. ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു പ്രളയകാലത്ത് 2.5 ഏക്കർ ഭൂമിയുള്ള ഒരു കുട്ടനാട്ടുകാരനും 1 സെൻറ്റ് പോലും ഇല്ലാത്ത ആദിവാസിയായിട്ടുള്ളൊരു മനുഷ്യനും
ഒന്നാണ്. എന്നുവെച്ചാൽ ഈ 2.5 ഏക്കറിൽ വെള്ളമായിരിക്കും. അപ്പോൾ അതാണ് കുട്ടനാടും വയനാടായിട്ട് നമ്മൾ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്നൊരു ഡ്രൈ ലാൻഡിലേക്ക് പോകേണ്ടി വന്നൊരു പോലീസ് ഓഫീസർ, അയാൾക്കുണ്ടാകുന്ന മാനസികമായ ഇറിറ്റേഷൻസ്, ഫ്ലക്ച്വേഷൻസ്, അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. 2, വർഗീസ് ഒരു സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അയാളുടെ അമ്മയോട് പോലും ശരിക്കും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെന്ന് തോന്നിപ്പിക്കുന്നത് കാമുകിയോടായിരുന്നു. കാരണം അവളിൽ നിന്ന് കിട്ടുന്ന ചെറിയ പൈസകൾ കൊണ്ടാണ് അയാളുടെ കാര്യങ്ങൾ മുന്നോട്ട്. അതുകൊണ്ട് അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇയാളുടെ ഒരു ബേസിക് ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ അവിടെ ഒരു ലവ് ട്രാക്ക് വരിക എന്ന് മാത്രമല്ല. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ അതർവൈസ് ഈ ഇപ്പം ഫാമിലി ഓഡിയൻസ് ഒക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ വിടുതലൈ പോലൊരു സിനിമ ചിലപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ അത്ര എളുപ്പത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു രീതിയിലല്ലല്ലോ ആ സിനിമ വരുന്നത്. ഏകദേശം സിമിലർ ആണ് നരിവേട്ടയുടെ ഒരു പ്രമേയം. വിടുതലൈ കൈകാര്യം ചെയ്യുന്നതും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ടെറൈനിലാണ്. ഏതാണ്ട് ഇതേപോലെ സ്റ്റേറ്റ് റെപ്രഷനാണ് അതിൻ്റെ അകത്ത്, അതിനെതിരെയുള്ള പോരാട്ടമാണ്. അപ്പം വിടുതലൈ പക്ഷെ നമുക്കൊരു ഫാമിലി ഓഡിയൻസ് ചിലപ്പോൾ എൻജോയ് ചെയ്തോളണമെന്നില്ല. പക്ഷെ നരിവേട്ട കുറച്ചും കൂടെ അപ്പം അതാ ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനത്തെ ഒരു സംവിധാനം ഇക്വേഷൻസ് വെച്ചിട്ട് ഇന്ന് ഇത്ര അങ്ങനെ ആലോചിച്ചിട്ടില്ല. ആ സ്ക്രിപ്റ്റിൽ അത് ഓക്കെ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ ആലോചിക്കുന്ന സംവിധാനമുണ്ട്. ഇത്ര മൊമെന്റിൽ 20 മിനിറ്റിൽ ഇത്ര ഹൈ വേണം, ഗ്രാഫൊക്കെ വരച്ചിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മൂഡ്സ്, ആൾക്കാരുടെ ഡൗൺസ്, ഇത്ര ഈ സമയം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റ് സക്സസ്ഫുൾ സിനിമകളുടെ കണക്കുകൾ എടുത്തിട്ട് അനലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു ബിസിനസ്സാണ്, ബിസിനസ് ആസ്പെക്റ്റ് ആണ്. കഥേൻ്റെ ആ പരിപാടിയിൽ ഉള്ള സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിപ്പം ലാഗടിക്കോ നമ്മൾ പ്രിവ്യൂ ഷോസിനൊക്കെ 2-3 ആൾക്കാർ ലാഗാണെന്നൊക്കെ പറഞ്ഞു. അതിൽ ആ ലാഗ് വേണം, എന്നാലേ സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ പറ്റും. മനസ്സിലായി. ഈ ഇഷ്കിന്ന് നരിവേട്ട സംഭവിച്ചപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. ഇപ്പം കോവിഡ് വന്നു. അപ്പം ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 6 വർഷം, എനിക്കറിയില്ല എത്ര വലിയ ഗ്യാപ്പാണെന്നുള്ളത്, അതിപ്പോൾ ഒരു വ്യക്തിപരമായ ഒരു കാര്യം. എങ്കിൽ ഈ 6 വർഷം നമ്മളെ ഇൻസ്പയർഡ് ആയിട്ട് നിർത്തണം. നമുക്ക് അടുത്ത സിനിമ ചെയ്യാനുള്ള ആ ഒരു വാഞ്ച മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പ്രൊഡ്യൂസർ വേണം. ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പം ആ സമയം എങ്ങനെയാണ് ഒരു ഫിലിം മേക്കർ എന്നുള്ള അർത്ഥത്തിൽ നർച്ചർ ചെയ്യാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് ഇൻസ്പയർഡ് ആയത്? ഞാനൊരു 100% ഫിലിം മേക്കർ അല്ല. ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഉറങ്ങുന്നത് വരെ സിനിമ മാത്രം ചിന്തിക്കുന്ന ആളല്ല ഞാൻ നേരത്തെ അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ അസിസ്റ്റ് ചെയ്ത് കാലത്ത് ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് ഞാൻ ഒരു 4-5 മാസം ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത സിനിമ ചെയ്യാറുണ്ട്, ഓപ്പർച്യൂണിറ്റി വന്നാലും. അപ്പം എനിക്ക് തോന്നുന്നു ആമേൻ സിനിമയുടെ പാക്കപ്പ് ദിവസമാണ് മോസയിലേക്ക് പുതുരമീനുകൾ എന്നുള്ള സിനിമയ്ക്ക് ഓഫർ ലക്ഷദ്വീപിലേക്ക് പോകണം. ഞാൻ പോയില്ല. എന്നുവെച്ചാൽ സാമ്പത്തികമായി ദാരിദ്ര്യമുള്ള കാലമായിരുന്നു, എന്നാലും പോയില്ല. എന്നുവെച്ചാൽ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയ അടുത്ത സിനിമയിലേക്ക് ഒരു ബ്രേക്കില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. അന്ന് ആ സിനിമ എനിക്ക് പ്രൊഡ്യൂസറാണോ ആരോ എന്നറിയില്ല, പ്രൊഡക്ഷൻ കൺട്രോൾ ആരോ നമ്മളെ ഭയങ്കര ഫോഴ്സ് ചെയ്തു സിനിമയിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അസിസ്റ്റ് ചെയ്ത കാലത്ത് പോലും ഈ അറഗൻസ് നമ്മൾ എടുത്തിരുന്നു. അറഗൻസ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ അത് അറഗൻസ് ആയിട്ട് ഫീൽ തോന്നിയേക്കാം. പക്ഷെ നമ്മളുടെ ഒരു ബ്രേക്കാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അന്ന് ആലപ്പുഴയിൽ നിന്ന് പാക്ക് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോയി അമ്മയുടെ കൂടെ, അപ്പൻ്റെ കൂടെ, പെങ്ങളുടെ കൂടെ, കുട്ടികളുടെ കൂടെ നമ്മളത് എൻജോയ് ചെയ്യണം. നാട്ടിലെ ലോക്കൽ പൊളിറ്റിക്സിൽ നമ്മൾ ഗ്രൗണ്ടിൽ, അതെ, നാട്ടിലെ ഓണാഘോഷ പരിപാടികൾ, നാട്ടിലെ മറ്റ് കലാസാംസ്കാരിക പരിപാടികൾ, അതിലൊക്കെ ഇൻവോൾവ് ആയി നമ്മൾ റിവൈവ് ചെയ്യണം. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ഇഷ്ക് കഴിഞ്ഞ് 2019 9 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം സ്വന്തം സിനിമ ചെയ്യുന്നത്. ആ വർഷം എന്തായാലും സിനിമ ചെയ്യില്ലാന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ അഹങ്കാരത്തിനുള്ള അടിയാണെന്ന് തോന്നുന്നു. മെയ് 2019 മെയ് 17 സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്ത മെയ് ആകുമ്പോഴേക്ക് കോവിഡായി. നീ വീട്ടിലിരുന്നോ എന്നുള്ളൊരു പരിപാടി, 2 വർഷത്തെ ബ്രേക്ക് വന്നു. പക്ഷെ ആ സമയത്തും വൈഫിൻ്റെ കൂടെ ട്രിവാണ്ടത്തായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി ട്രിവാണ്ടത്ത്. നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ കഥ പറച്ചൽ സിനിമകൾ കൂട്ടായിരുന്നു, പിന്നെ സിനിമ കാണുക, അങ്ങനത്തെ ഒരു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ട്രിവാൻഡ്രം ഗ്യാങ് നമുക്ക് ഇപ്പോഴും അവർ കൂടെ തന്നെയുണ്ട് സുഹൃത്തുക്കളായിട്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ജീവിച്ചു. ഞാൻ ആ കാലത്ത് വളരെ റൊമാൻറ്റിക്കായിട്ട് കാണാൻ ഞാൻ കോവിഡ് വരുന്നതോട് ഞാനും അവളും മാത്രമാവുന്നു. ഞാൻ വീട്ടിലായിരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ബ്രേക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് കാർ എടുത്തിട്ട് ഫസ്റ്റ് ഡേ ലോക്ക്ഡൗൺ ഓപ്പൺ ആയ ഫസ്റ്റ് ഡേ ഞാൻ കണ്ണൂരിൽ നിന്ന് കാർ എടുത്തിട്ട്, അതായത് മറ്റേ ബാറ്റ്മാനിലൊക്കെ കാണുന്ന പോലെ ഒരു മനുഷ്യനില്ലാത്ത സ്ട്രീറ്റ്, ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ രാവിലെ അവിടെ നിന്ന് 7 മണിക്ക് വിട്ട് വൈകുന്നേരം ഒരു 5 മണി 6 മണി ആകുമ്പോഴേക്ക് ട്രിവാൻഡ്രത്തെത്തി. അതിനുശേഷം 4 മാസം 5 മാസം
ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രത്ത് അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാലമായിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഓപ്പൺ ആയ സമയത്ത് രാജാവ് എന്നുള്ള സിനിമ ഓണായി. പ്രീ പ്രൊഡക്ഷനായിട്ട് കൊച്ചിയിലേക്ക് വന്നു. അതിൻ്റെ കുറച്ച് ഒരു 1.5 വർഷം അതിൽ വർക്ക് ചെയ്തു. വർക്ക് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു പാരലലി നമ്മൾ ജീവിക്കുന്നതിനും കൂടി നമ്മൾ സ്പേസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോകുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ അതെല്ലാം കൂടി ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യനായും നിലനിൽക്കാൻ പറ്റുക. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വീട് വാങ്ങി ഈ ഇടയ്ക്ക്, കുഞ്ഞുണ്ടായി, 2.5 വയസ്സായി അവർക്ക് ജോത. എൻഗേജ്ഡ് ആവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ. അല്ലാതെ പിന്നെ എനിക്ക് മറ്റു ചില യാത്രകൾ ഇഷ്ടമാണ്. കാട് കേന്ദ്രീകരിച്ചിട്ടുള്ള യാത്രകൾ. ആൾക്കാർ ട്രക്കിംഗ് ഒന്നുമില്ല, ഏതെങ്കിലും കാട്ടിൻ്റെ അകത്ത് റേഞ്ചില്ലാത്തൊരു കോട്ടേജ് എന്ത് പരിപാടി എടുത്ത് അവിടെ ഇരിക്കാം. അവിടെ നിന്ന് എന്തെങ്കിലും എഴുത്തും വായനയും സിനിമകളിലൊക്കെ ആയിട്ട് അവിടെ ഇരിക്കാം. ആ ക്രൗഡ് ഭയങ്കര പേടിയാണ്. കുറേ കൂടെ നേച്ചർ സമാധാനമാണ്. നേച്ചറിൽ ഇപ്പം ഒരു എംപ്റ്റി ഗ്രൗണ്ട് ആയാലും ഞാൻ നോക്കിയാ. പക്ഷെ ഇപ്പം നരിവേട്ടയൊക്കെ വലിയ ക്രൗഡിനെ വെച്ച് ചെയ്ത സിനിമയല്ലേ? പക്ഷെ അത് നമ്മുടെ എത്ര 1000 പേരൊക്കെ അത് പാഷനാണ്. അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് അങ്ങനത്തെ പ്രശ്നമാണ്. അല്ലാതെ ഇപ്പോൾ ഒരു ഗാനമേളയിൽ പണ്ടൊക്കെ പോകുമായിരുന്നു, ഇപ്പം പോവില്ല. ഒരു കോൺസേർട്ടിലൊക്കെ പോകാൻ അത് ഇതൊക്കെ സ്റ്റൈലിന്റെ ഭാഗമായിട്ട് പറയുന്നവരുണ്ട് ഇപ്പം. ഇത് ശരിക്കും നമ്മുടെ പാനിക് അറ്റാക്കിന്റെ ഭാഗമായി, ആങ്സൈറ്റിയുടെ ഭാഗമായി സോഷ്യൽ ആങ്സൈറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് നമ്മൾ. അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. വെറുതെ ഒരു ജാടയ്ക്ക് പറയുന്നത്. അങ്ങനെ ഞാൻ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഒരു ജാടയ്ക്ക് പറയുന്നതെന്ന് കരുതുന്ന ആൾക്കാരാണ്. ശരിക്കും ഡിപ്രഷൻ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റൈലൈസ്ഡ് ആയിട്ട് പറയുന്ന ആൾക്കാർ. അതൊക്കെ അനുഭവിച്ചവർക്ക് അതിനൊരു പ്രയാസം അറിയും. എല്ലാം ചിലത് വെറും ട്രോളും ജോക്കും ആയിട്ട് മാറും ചില സമയത്ത്. പക്ഷെ അതിൻ്റെ അടുത്ത് ഈ ആക്ച്വൽ സാധനം അവിടെ എനിക്ക് ഈ ഡിപ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മളിത് കടന്നു വന്നതുകൊണ്ട് ഡിപ്രഷനിൽ അവരെ കാണും പെട്ടെന്ന് എനിക്ക് ആ വൈബ് എനിക്കും കിട്ടും. ഞാനൊരു ഫേസ് ഉണ്ടായിരുന്നു, ഞാനും ഇരിക്കും. അപ്പം ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് വർത്താനം ഡിപ്രസീവായ ഒരാളെ ഞാൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ വൈബ് എനിക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇരുന്ന് പോകുന്നത് ഞാൻ. അപ്പോൾ ഒരു ഫിലിം മേക്കർ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ സീരിയസ് ആയിട്ട് നോക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടോ? നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് പോലെ ഫോളോ ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ്, സിനിമകൾ നമ്മൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുന്ന സിനിമകളുണ്ടാവുമല്ലോ. അപ്പം ചില സിനിമകൾ നമ്മൾ പലതവണ കാണും. ഒന്ന് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാവാം, ആ സിനിമ എങ്ങനെ ഉണ്ടായി, ആ പ്രോസസ്സ് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഉണ്ടോ? ഒരു ഉണ്ട് KG ജോർജ് സിനിമകൾ എല്ലാം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീവാച്ച് ചെയ്യും. ഏത് സിനിമ? ഇരകൾ. നിരന്തരമായി ഇരകൾ കാണാറുണ്ട്. പിന്നെ നിരന്തരം കാണാൻ ഒരു ഭയങ്കര പിന്നെ മറ്റൊരാൾ എന്നുള്ള സിനിമ സായികുമാർ അഭിനയിച്ച അതല്ല, അത് ഈ കണ്ണ് കൂടിയാണ്. മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യ, മമ്മൂട്ടി, കരവന. അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിനിമ. ഇപ്പോഴും അത് ഭയങ്കര റിലവൻറ്റ് സിനിമയാണ്. ഇരകൾ എങ്ങനെയാണ് അല്ല, അതിന്റെ അവരുടെ ഈ സ്റ്റേജിങ്, കെ ജോ സാറിന്റെ സ്റ്റേജിങ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഭദ്രൻ സാർ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. സ്ഫടികത്തിനൊക്കെ മുൻപ് നമ്മുടെ പുള്ളി കൂടുതലും ഈ ഫാമിലി ഡ്രാമയൊക്കെ അല്ല, പൂമുഖപ്പൊടിയിൽ നിന്നെയും കാത്ത് മമ്മൂട്ടിയുടെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആണ് ഹരിഹരൻ സാർ. ഹരിഹരൻ സാർ എല്ലാ പരിപാടിയും ചെയ്ത ആളാണ്. സോഷ്യൽ പഞ്ചാഗ്നി ചെയ്തിട്ടുണ്ട്, വടക്കൻ വിരാത ചെയ്തിട്ടുണ്ട്, ജാനകുട്ടി, ജാനകുട്ടി. അതെ. ശരിക്കും ഹരിഹരന്റെ ഫിലിമോഗ്രാഫി തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര മാസ് കൊമേഴ്ഷ്യൽ മസാല കൊമേഴ്ഷ്യൽ സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ്. പിന്നീടാണ് ഭയങ്കര സീരിയസ്, എനിക്ക് തോന്നുന്നു MT ആയിട്ടുള്ള ഒരു കൊളാബറേഷനും സർഗം അതിൽ വേറിട്ട് നിൽക്കുന്ന ജാനകുട്ടിയാണ്. ജാനകുട്ടി എന്ന് വെച്ചാൽ നമ്മുടെ മിത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ഒരു മിത്തോളജിക്കൽ ഫാന്റസി ഉള്ള ഒരു പരിപാടിയാണ്. ജാനകുട്ടി ഭയങ്കര അടിപൊളി യക്ഷിയാണല്ലോ. കുഞ്ഞാത്തോൽ സഞ്ചൽ. ഈ ഇടയ്ക്ക് നമ്മുടെ പൊളിറ്റിക്കൽ കറൻസ് ഒരുപാട് ആക്രമിക്കപ്പെട്ട സിനിമയാണ്. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓർമ്മയില്ല പടം. അതിൽ യക്ഷി അവർണയാണ്. അങ്ങനെയൊക്കെ. അല്ല, യക്ഷിയുടെ അസിസ്റ്റന്റ് അവർണയാണ്. അല്ല, ജാതിപരമായി താഴ്ന്നു നിൽക്കുന്ന ഒരു കറുത്ത സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചർച്ചയുണ്ട്. പുള്ളി കേട്ടൊരു മുത്തശ്ശി കഥ പുള്ളി സിനിമ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ജാതീയമായി ഉണ്ടായ കഥയായിരിക്കും അത്. ഇപ്പോൾ ഏതെങ്കിലും ഫിലിം മേക്കേഴ്സൊക്കെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് കുറച്ച് മത്സരബുദ്ധിയോടുകൂടി ഞാൻ കാണുന്ന ഖാലിദ് റഹ്മാനാണ്. ഖാലിദിന്റെ സിനിമകൾ ഫിലിമോഗ്രഫി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഡൈവേഴ്സ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമോഗ്രഫി. നല്ല എന്റർടൈനറാണ് പുള്ളിയുടെ. പുള്ളിയും അടിപൊളിയാണ്, ഒരു സിഗ്നേച്ചർ ഉണ്ട്. പിന്നെ എനിക്ക് രതീഷേട്ടൻ്റെ സിനിമ, പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവെള്ള പടം രണ്ടും, കേസ് കൂടും, കനകം കാമിനി കലഹം എനിക്ക് പ്രിവ്യൂ കണ്ടതാണ്. 8 പേരുള്ള ഒരു പ്രിവ്യൂ തിയേറ്ററിലെ സിനിമ. ആ സിനിമ കാണുമ്പോൾ ഞാൻ പൊട്ടി ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്നെ ഒരു മറ്റേ അന്യഗ്രഹ ജീവിയെ പോലെയാണ്
നോക്കിയിരുന്നത്. കേരളത്തിന് പുറത്തോ മലയാളത്തിന് പുറത്ത് ഞാൻ വിദേശ സിനിമകൾ അങ്ങനെ വലിയ രീതിയിൽ കാണാം. അങ്ങനെ ഇന്നർ ടു ടാരന്റീനോ എല്ലാവരും കാണുന്ന തരത്തിൽ അങ്ങനെ അല്ല ഈ തമിഴ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ തമിഴിലൊക്കെ പൊളിറ്റിക്കൽ ഫിലിംസ് ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് തമിഴ്. അതുകൊണ്ടാണ് കൂടെ ഞാൻ ചോദിച്ചത്. പാരഞ്ചിത്ത്, വെട്രിമാരൻ ഒരുപാട് അത് ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ. അല്ലാതെ ഇപ്പം പുതിയ തരത്തിൽ ഉള്ള ഫിലിം മേക്കേഴ്സ് ഇപ്പം മറ്റേ മണികണ്ഠൻ സിനിമകളൊക്കെ നല്ല മണികണ്ഠൻ ആക്ടർ അല്ലേ? പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സിനിമകൾ ആണല്ലേ? പെട്ടെന്ന് പേരുകൾ എനിക്ക് പേരുകൾ അല്ല പേരുണ്ടാവും, ആളുണ്ടാവും, മുഖം ഉണ്ടാവും, പേര് കിട്ടുന്നത്. ഇപ്പം പണ്ട് ടൂറിസ്റ്റ് ഫാമിലിയൊക്കെ പോലത്തെ സിനിമകളില്ല ഇഷ്ടമാണ്. ഈ ഇഷ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ഇഷ്കിൽ എനിക്കൊരു ചെറിയൊരു പ്രോബ്ലം തോന്നിയത്, പ്രോബ്ലം എൻ്റെ തോന്നലാണ്, അത് പ്രോബ്ലം ആവണമെന്നൊന്നുമില്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ തോന്നലാണല്ലോ, അത്രേ ഉള്ളൂ. പറയാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ കണ്ണിൽ. അതായത് ഇഷ്ക് അറ്റംപ്റ്റ് ചെയ്യുന്നത് ഒരു മെയിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു വേൾഡിൻ്റെ അകത്ത് ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവ് അസേർട്ട് ചെയ്യണം അവസാനം. അതിനെ ഒരു സ്ത്രീ റിജക്റ്റ് ചെയ്യണം. ആ ഒരു വേൾഡിൻ്റെ ഒരു ഈഗോ, നീതിയെ, കാഴ്ചപ്പാടിനെ അവരെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള അറ്റംപ്റ്റിനെയൊക്കെ ഇവർ ഓൺ ചെയ്യാനുള്ള അറ്റംപ്റ്റിനെ ഇവർ റിജക്റ്റ് ചെയ്യണം. പക്ഷെ ആ സിനിമ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഉള്ളിൽ ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു മോട്ടീവ് ഉണ്ടാക്കുകയും ആ റിവെഞ്ച് ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ടൊരു ലെങ്തി ടൈമിൽ കാണിക്കുകയും ചെയ്യും. ആക്ച്വലി ആ കാണുന്ന ആൾക്കാർ ആ റിവെഞ്ച് എൻജോയ് ചെയ്യും. എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞു മനസ്സിലായി. എന്നിട്ട് അവസാനം എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എൻജോയ് ചെയ്യാം. സാധാരണ വെച്ചാൽ ആൾക്കാർ ആഗ്രഹിക്കുന്നതിനാണ്. നായകൻ ഹെർട്ടാവുന്നു, വില്ലനോട് തിരിച്ച് അതിനേക്കാൾ വലിയൊരു മറുപടി കൊടുക്കുന്നു. ഇതാണല്ലോ റിവെഞ്ച് മൂവിയുടെ ഒരു നോർമൽ പാറ്റേൺ. പക്ഷേ അത്രയും സമയത്ത് അതിൽ സ്ത്രീകൾക്കോ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാവുന്നില്ല, കാണുന്നില്ല. പിന്നെ ക്ലൈമാക്സിൽ ഈ സാധനം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇഷ്ക് എനിക്ക് തോന്നും 3 തരം ആൾക്കാരെയും എൻജോയ് ചെയ്യുന്നൊരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മോറൽ പോലീസിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡിൽ അത് എൻജോയ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഓക്കെ, ദേ ഹാവ് എ പോർഷൻ, അവർക്ക് അത് അവിടെ പോയതുകൊണ്ടല്ലേ. അതെ. രണ്ടാമത് ഈ പറഞ്ഞ ഒരു മെയിൽ ഈഗോ ഹർട്ടായി അതിനോട് റിവെഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ദേ ആർ സാറ്റിസ്ഫൈഡ്. അവസാനം വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അല്ലെങ്കിൽ ഒരു വോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഫെമിനിസ്റ്റ് പോയിന്റിലൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ബാലൻസ് ബോധവുമല്ല കേട്ടോ. പക്ഷെ നിങ്ങൾ വിട്ടുപോയൊരു ക്യാരക്ടറുണ്ട്, ഷൈൻ ടോം ചാക്കോ ചെയ്ത ക്യാരക്ടറിൻ്റെ വൈഫ് ലിയോണ ചെയ്ത ക്യാരക്ടർ ഭയങ്കര സ്റ്റബോണായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടത്. നിന്റെ ഷോക്ക് കഴിഞ്ഞ് ഇറങ്ങി പൊക്കോന്നുകൊണ്ട് ഗെറ്റ് ഔട്ട് അടിച്ചിട്ട് വാതിലടച്ചിട്ടാണ് വിടുന്നത്. അവിടുത്തെ 2 കഥാപാത്രങ്ങളും സ്ത്രീ കഥാപാത്രങ്ങളും ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ചെയ്തു വെച്ചിട്ട് ആ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ചോദ്യങ്ങൾ ഇപ്പം അവരവിടെ ആ സമയത്ത് പോയത് കൊണ്ടല്ലേ അവരത് നേരിടേണ്ടി വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവനോട് ചെയ്തതിന് അയ്യോ മോശമായി പോയി, തിരിച്ച് റിവെഞ്ച് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചെയ്ത റിവെഞ്ച് ശരിയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആ വീട്ടിൽ പോയി അത് ചെയ്യായിരുന്നു, കുഞ്ഞിൻ്റെ മുമ്പിൽ ആയിപ്പോയി അത് ചെയ്യരുതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവസാനം നായിക വസുധയുടെ ക്യാരക്ടർ ചെയ്ത ക്യാരക്ടർ പറഞ്ഞതിനും ന്യായീകരിച്ച ആൾക്കാരുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ അതൊരു ബേസിക്കലി ഒരു ഹ്യൂമൻ ഇമോഷൻസിൻ്റെ വേരി ഓഫ് പൊളിറ്റിക്സ് ആണ്. അത് മനസ്സിലായി. വേരിയിങ് ആയിട്ടുള്ള ഇപ്പം നമുക്ക് ഇന്നിപ്പം തോന്നുന്ന തരം ചിന്തകളായിരിക്കില്ല ചിലപ്പം നമുക്ക് നാളെ രാവിലെ തോന്നുന്നുണ്ടാവും ഒരു കാര്യത്തോട്. ഒരു ഒറ്റ ബുദ്ധിയായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരന് ഒരു രാത്രി ഉണ്ടായ ഇൻസൾട്ടിൻ്റെ ഭാഗമായി അവനെടുക്കുന്ന റിവെഞ്ചിൻ്റെ ഭാഗമായി അവൻ ജീവിതത്തിൽ തോറ്റുപോകുന്ന ഒരു സിനിമയാണത്. അത് അങ്ങനെ കണ്ടാൽ മതി ആ സിനിമയെ. പിന്നെ ആ സിനിമ ഏതാണ്ട് 4-5 ഭാഷയിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. ഒരുപാട് റീമേക്ക്. അപ്പോൾ എല്ലാ നാട്ടിലും ഇപ്പം എനിക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ OTT വന്നപ്പോൾ ഈ പ്രൈമിലായിരുന്നു ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കൂടുതൽ തെലുങ്ക്, ഹിന്ദി ഭാഷകൾ, തമിഴിനേക്കാൾ കൂടുതൽ തെലുങ്കാന അല്ലെങ്കിൽ ഹൈദരാബാദ് ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വിളിക്കുകയും നമ്മളെ കൂടുതൽ അവിടത്തേക്കൊക്കെ ഈ സെഷൻസിലൊക്കെ നമ്മൾ വിളിക്കുകയും ചെയ്യുന്ന അവിടെ നിന്ന്. അവിടെയൊക്കെയാണ് ഈ മോറൽ പോലീസിങ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ ഇത്രയും സോഫ്റ്റ് ആയിരിക്കില്ല, അവിടെ ബ്രൂട്ടൽ പരിപാടികളൊക്കെ ആയിരിക്കും. ഒരു ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിൽ അനുരാജിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ അതേസമയം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഏരിയ? സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു സീൻ വായിച്ചാൽ എനിക്ക് അതിൻ്റെ ഷോർട്ട് ഡിവിഷൻസ്, പാറ്റേൺസ് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പ്രീ പ്ലാൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴൊരു സീൻ എഴുതി തന്നാൽ പോലും എനിക്കത് പെട്ടെന്ന് അതിൻ്റെ സെപ്പറേഷൻസ് എവിടെയായിരിക്കും, ഇതിനെ ഈ ഡയലോഗ് ഏത് ആംഗിളിലാണ്, അടുത്തുനിന്നാണോ, അങ്ങനെ കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ഇത് ഈ ഡയലോഗ് പ്രേക്ഷകർ കുറച്ചും കൂടി അടുത്തുനിന്നാണോ, കുറച്ച് ദൂരം നിന്നാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻ ബിറ്റ്വീൻ നിന്നാണോ കാണേണ്ടത്, അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് പുള്ളിയെ പോർട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സ്പേസിൽ തന്നെ ഇതിപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ ആ സീനിനെ, അതെനിക്ക് പെട്ടെന്ന് വരും. ഇത്രയും പടം വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കും. സ്ട്രെങ്തൻ ചെയ്യണമെന്ന് തോന്നിയത് എനിക്ക് ഒരു സീൻ വായിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കുകയില്ലേ,
ആക്ടേഴ്സിന് ആക്ടേഴ്സിന് എക്സ്പ്ലെയിൻ ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആകും. കൺഫ്യൂസ്ഡ് ആവും. ചില ആക്ടേഴ്സെങ്കിലും കൺഫ്യൂസ്ഡ് ആവും. എനിക്ക് അപ്പോൾ ഞാൻ കൂടുതൽ പറയാതെ, ഇപ്പം ചെയ്യുന്നത് കൂടുതൽ പറയാതെ, ഇതാണ് പരിപാടി, ഇതിൻ്റെ പ്രീവിയസ് ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോകേണ്ടത്, നിങ്ങൾ ചെയ്യൂ, അത് കണ്ടു നോക്കുകയാണ്. ഒരു ടേക്ക് എടുത്തിട്ട് പിന്നെ അതിൽ ഇടപെടുക. 1-2 കൺഫ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് വിക്കുണ്ട്. നമുക്ക് ഇത്ര നേരം തോന്നി ഇല്ല, എനിക്ക് വിക്കുണ്ട്. ഞാനിപ്പോൾ ചില എനിക്കറിയാം ആങ്സൈറ്റി ഒക്കെ വരുന്ന സമയത്താണ്, എക്സൈറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ സബ്സ്ക്രിപ്ഷൻസ് പെട്ടെന്ന് പറയണം ഞാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പോലും എനിക്ക് കിട്ടില്ല. ഞാനത് പറയാൻ പോകുമ്പോൾ കുടുങ്ങുമെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് അത് പറയാതിരിക്കാൻ നോക്കുക. അതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട് നമുക്കുള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ പറഞ്ഞ് അത് വിൽക്കുക. അതിൻ്റെ പാരമ്യതയിലെത്തിയിട്ടാണ് നമ്മളതിൽ നിന്ന് വിടവാങ്ങുമ്പോഴേക്ക് ഈ കേട്ടോണ്ടിരിക്കുന്ന അവർ കുഴപ്പിച്ച് സാമ്പാർ പോലെ ഉണ്ടാവും. അപ്പം ബെറ്റർ നമ്മളത് അതിൻ്റെ ഇമോഷൻസ് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ബാക്കി അവരുടെ അടുത്തുനിന്ന് എടുക്കുക. പിന്നെ അതാണ് ആ കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിലും ഉണ്ട്. എനിക്ക് ഇപ്പം സ്വന്തം ഭാര്യയുടെ അടുത്ത് പോലും ഉണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ള ആളാണ്. അത് ചെറുപ്പത്തിലേ ഉള്ളതാണ്. ഭയങ്കര ലൗഡായിട്ട് പറയേണ്ട സാധനം വളരെ ഈസി ആയിട്ട് പറയും, വളരെ ഈസി ആയിട്ട് പറയേണ്ട സാധനം ചിലപ്പോൾ വളരെ ലൗഡായിട്ട് പറയും. ആ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് വിചാരിക്കുന്നതാവണമെന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഔട്ട്കം ആവണമെന്നില്ല. ഒരു തരത്തിൽ എന്നെ അറിയാത്ത ഒരാൾക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഞാൻ ചില സമയത്തെങ്കിലും. ഒരൊറ്റ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത സിനിമ ഇനി ഉടനെ ഉണ്ടാവുമോ അതോ? അടുത്ത സിനിമ ഉള്ളത് പൃഥ്വിരാജിൻ്റെ അടുത്ത് നമ്മളെ അബിൻ്റെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഈ സെയിം സ്ക്രിപ്റ്റ് അബിൻ്റെ കൂർഗിഞ്ചി എന്ന് പറഞ്ഞൊരു കഥ, അത് തിരക്കഥ രൂപമാക്കി നമ്മൾ പൃഥ്വിരാജിൻ്റെ 2.5 മണിക്കൂർ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു. പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പുള്ളിയുടെ ബിസി ഷെഡ്യൂളിനകത്ത് നമുക്കൊരു ഡേറ്റ് കിട്ടുകയും നമ്മളത് സിനിമ ചെയ്യുകയും. അത് ഒറ്റ ഒരു ക്യൂരിയോസിറ്റിയാണ്, പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട. അതും ഈ ഒരു പൊളിറ്റിക്കൽ അല്ല, അത് ശരിക്കും താഴ്വാരം പോലത്തെ ഒക്കെ ഒരു റിവഞ്ച് ബേസ്ഡ് സിനിമയാണ്. ഓക്കെ, ഞാൻ ഈ കൂർഗും ഇഞ്ചിയും മണ്ണ് പെണ്ണ് കാമം റിവഞ്ച് അങ്ങനെ ആണ്. സീരിയസ് മൂവിയാണ്. അത് ലെസ്റ്റ് ഉണ്ട്. കാമം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. ലെസ്റ്റ് ഉണ്ട്, റിവഞ്ച് ഉണ്ട്, ഭൂമിയുടെ മണമുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കാണാത്തൊരു ടെറൈനിലായിരിക്കും. കൊടകിലാണ് അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കൊടക് കണ്ണൂർ ബോർഡറിലാണ്. അതാ ഞാൻ ചോദിച്ചത് കൂർഗ് ഇഞ്ചി. അപ്പം ഞാനത് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഭയങ്കര ത്രിൽഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് ഉഷാറാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. പെട്ടെന്ന് വരട്ടെ. ഇനി ഞങ്ങൾ അധികം കാത്തു നിൽക്കാതെ അടുത്ത സിനിമ കാണണം എന്നാണ് ഞങ്ങൾക്ക്. ഉറപ്പായിട്ടും. താങ്ക് യു. ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ.